ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ DC മോട്ടോറിൻ്റെ ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ളത്. അപ്പോൾ ഇന്നൊരു 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഒരു 54 ക്വസ്റ്റ്യൻസ് കൂടിയുണ്ട്, 50ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ DC ഷണ്ട് മോട്ടോർ റൺസ് അറ്റ് നോ ലോഡ് സ്പീഡ് ഓഫ് 1140 RPM. At full load, the armature reaction weakens the main flux by 5%, whereas the armature circuit voltage drops by 10%. Okay, the motor full load speed in RPM is dash. Options 1200, 1203, 1000, 1080. ഓക്കെ, ഒരു DC ഷണ്ട് മോട്ടർ ഉണ്ട്, അതിൻ്റെ നോ ലോഡ് സ്പീഡാണ് 1140 RPM എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് ലോഡ് കൊടുക്കുകയാണ്. ഫുൾ ലോഡ് കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ആർമേച്ചർ റിയാക്ഷൻ കാരണം മെയിൻ ഫ്ലക്സ് 5% ആയിട്ട് കുറയുന്നു. വീക്കൻസ് ദ മെയിൻ ഫ്ലക്സ് ബൈ 5% ആയിട്ട് കുറയുന്നതല്ല, മെയിൻ ഫ്ലക്സ് 5% കുറയുന്നു. മെയിൻ ഫ്ലക്സിൽ നിന്ന് 5% കുറയുന്നു. ആൻഡ് ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജ് ഡ്രോപ്സ് ബൈ 10%. ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജിൽ നിന്ന് 10% എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ദ മോട്ടോറിൻ്റെ ഫുൾ ലോഡ് സ്പീഡ് എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ്? സ്പീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലക്സ് ആണ്. ഓക്കെ, എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലക്സ് ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? N2/N1 N2/N1 ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? EB2/EB1 EB2/EB1 ഇൻറ്റു എന്ത് വരും? 51/52 51/52. റിലേഷൻ N2/N1 ഇസ് ഈക്വൽ ടു EB2/EB1 ഇൻറ്റു 51/52 എന്ന് എഴുതാം. ഓക്കെ, അതിൽ N2 ആണ് ഫുൾ ലോഡിലുള്ള സ്പീഡ്, N1 എന്ന് വെച്ചാൽ നോ ലോഡിലുള്ള സ്പീഡ്. അതുപോലെ EB2 എന്ന് പറയുന്നത് ഫുൾ ലോഡിലുള്ള ബാക്ക് EMF, EB1 എന്ന് പറഞ്ഞാൽ നോ ലോഡിലുണ്ടായിരുന്ന ബാക്ക് EMF. 51 ഫുൾ ലോഡിൽ നോ ലോഡിലുണ്ടായിരുന്ന ഫ്ലക്സ്, 52 എന്ന് പറയുന്നത് ഫുൾ ലോഡിലുണ്ടാവുന്ന ഫ്ലക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം EB2/EB1 റിലേഷൻ എന്താ? ദ ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജ്, കാരണം EB എന്ന് വെച്ചാൽ എന്താണ്? EB ഇസ് ഈക്വൽ ടു V മൈനസ് IAR ആണ്. V മൈനസ് IAR. ഓക്കെ, V മൈനസ് IAR ആണ്. അപ്പോൾ EB എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജിന് പ്രൊപ്പോർഷണലാണ്. ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? 10% ആയിട്ട് കുറയുന്നു പറയുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന EB1 ആയിരുന്നെങ്കിൽ EB2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? EB1 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ EB2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? EB1 നിന്ന് 10% കുറച്ചു എന്ന് വെച്ചാൽ എത്ര വരും? 0.9 EB1. അത് EB1 നിന്ന് 10% കുറഞ്ഞിട്ടാണ് എന്തുള്ളത്? EB2 ഉള്ളത്. അപ്പോൾ EB2ൻ്റെ പകരം എന്ത് എഴുതാം? 0.9 ഇൻറ്റു EB1 എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഫ്ലക്സ് എന്താ പറയുന്നത്? മെയിൻ ഫ്ലക്സ് എന്ന് പറഞ്ഞത് 5%. 52 എന്ന് പറയുന്നത് എന്ത് എഴുതാം? 52 ഇസ് ഈക്വൽ ടു എന്താണ്? 51-നേക്കാളും 5% കുറവാണ്. അപ്പോൾ 52 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 0.95 കുറവുള്ളൂ. അപ്പോൾ 95% വരും. 52 ഇസ് ഈക്വൽ ടു 0.9551. ഓക്കെ, അപ്പോൾ EB2 എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 10% കുറവാന്ന് പറയുമ്പോൾ EB1 നിന്ന് 10% കുറവ്. അങ്ങനെയാണെങ്കിൽ EB2 ഇസ് ഈക്വൽ ടു 0.9 EB1. ഫ്ലക്സ് 5% ആണ് കുറവ്. അപ്പോൾ എന്തെങ്കിലും 52 ഇസ് ഈക്വൽ ടു 0.9551. ഇനി N1 നോ ലോഡ് സ്പീഡ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള N1 എന്ന് പറയുന്നത് എത്ര RPM ആണ്? 1140. ഓക്കെ, അതിൽ N2 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N2/1140 ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? EB2 എന്ന് വെച്ചാൽ എത്രയാണ്? 0.9 EB1 0.9 EB1 ഡിവൈഡഡ് ബൈ എന്ത് വരും? EB1 തന്നെ. EB1 ഇൻറ്റു 51/52. 51 അതുപോലെ എഴുതാം. ഡിവൈഡ് ബൈ 52ൻ്റെ സ്ഥലത്ത് എന്ത് എഴുതാം? 5%. 5 കുറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 0.9551. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക. EB1 ക്യാൻസൽ, 51 ക്യാൻസൽ ചെയ്യുക. എന്ത് കിട്ടും? 0.9 ഡിവൈഡഡ് ബൈ 0.95. ഓക്കെ, 0.9 ഡിവൈഡ് ബൈ 0.5. അപ്പോൾ N2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? N2 ഇസ് ഈക്വൽ ടു N1 ഇൻറ്റു 0.9 ഡിവൈഡഡ് ബൈ 0.95.
ഓക്കെ 0.9 ഡിവൈഡ് ബൈ 0.95 എന്നുള്ള വാല്യൂ കിട്ടും. എന്ത് ചെയ്യുക, രണ്ടും തമ്മിൽ കാൽക്കുലേറ്റ്. N1 വാല്യൂ 1140 ആണെന്നറിയാം. രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? എൻ്റെ ആൻസർ എന്നത് 1080. ഓക്കെ, അത് 1140 ഇൻറ്റു 0.9 ഡിവൈഡഡ് ബൈ 0.95. ദാറ്റ്സ് ആൻസർ എന്ന് പറഞ്ഞാൽ 1080 ഏതാ ഓപ്ഷൻ 1080 ആണ് എന്ത് വരിക, ആൻസർ വരിക. ഓക്കെ, ഇന്ന് ഇത് കാൽക്കുലേറ്റർ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും വാല്യൂ കിട്ടി കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ചെയ്യാതെ തന്നെ ഈ ആൻസറിലേക്ക് എത്താം. എന്താണ് 1140 ആണ് നമ്മളെ റേറ്റഡ് സ്പീഡ് എന്ന് പറയുന്നത്. 1140 0.9 ബൈ 0.95 എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. ആ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ലെസ് ദാൻ 1 ഇൻറ്റു N1, അപ്പോൾ എന്തായാലും N1-നേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. 1200-ഉം 1203 ക്യാൻസൽ ചെയ്യാം. പിന്നെ 1140 ഇൻറ്റു ഡയറക്റ്റ് ആയിട്ട് വരുന്ന എന്തില്ല, 1000-ലേക്ക് വരുന്ന ഒരു ഡെസിമൽ നമ്പറും ഇതിനകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ആ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, വിട്ടാം. ഡയറക്റ്റ് ആൻസർ 1080. വേണമെങ്കിൽ കാൽക്കുലേറ്റർ വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടും ചെയ്യാം. അല്ലാതെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഓപ്ഷൻ നോക്കിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടം വരെ നമുക്ക് കാൽക്കുലേഷനിൽ ചെയ്യാം, എന്നിട്ട് ആൻസർ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ചെയ്ത മെത്തേഡ് എന്ന് വെച്ചാൽ n പ്രൊപ്പോർഷണൽ ടു EB ബൈ ഫ്ലക്സ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് EBൻ്റെയും രണ്ട് കേസിൽ, നോ ലോഡിലെ കേസ് ആദ്യത്തെ കേസിലുള്ള EBയും രണ്ടാമത്തെ കേസിലുള്ള ഫൈയും തമ്മിലുള്ള റിലേഷൻ ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ആ റിലേഷൻ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ട് ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. N2 ബൈ N1 ഇസ് ഈക്വൽ ടു EB2 ബൈ EB1 ഇൻറ്റു 51 ബൈ 52. ഇപ്പോൾ ആൻസർ എന്ന് പറഞ്ഞാൽ 1080 RPM ആണ് എന്ത്, ഫുൾ ലോഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഈ രണ്ട് ഓപ്ഷനും ക്യാൻസൽ. കാരണം ലോഡ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്പീഡ് റെഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 1200 RPM ഒക്കെ ക്വസ്റ്റ്യനിൽ തരും. അങ്ങനെ ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നോക്കിയാൽ മതി. നോ ലോഡ് സ്പീഡിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും ഫുൾ ലോഡ് സ്പീഡ്. അത്രയും കാൽക്കുലേഷൻ പോലും ചെയ്യേണ്ട കാര്യമില്ല. ചില സമയത്ത് അങ്ങനെയും കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ സമയം കളയാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടും. പക്ഷേ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ നോക്കിയാൽ തന്നെ ആൻസർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം എപ്പോഴും ലോഡ് കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യാണ്, കുറയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നോ ലോഡ് സ്പീഡാണ് 1140. അപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. കാരണം ഫുൾ ലോഡ് എത്തുമ്പോൾ നോ ലോഡ് സ്പീഡിനേക്കാൾ എന്താവില്ല, കൂടുതൽ സ്പീഡ് വരില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡാണ് ഇവിടെ കൊടുത്തേക്കുന്നുള്ളത്. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ. The mechanical power developed by a shunt motor will be maximum when the ratio of back EMF to applied voltage is. അതായത് ഒരു മോട്ടറിൻ്റെ കേസിൽ എപ്പോഴാണ് പവർ ഡെവലപ്ഡ് ഈസ് മാക്സിമം വരുന്നത്. അപ്പോൾ when the ratio of back EMF to applied voltage is എത്ര വരുമ്പോഴാണ് മെക്കാനിക്കൽ പവർ മാക്സിമം വരും. നമ്മൾ ഇന്നലെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാക്സിമം പവർ കിട്ടാനുള്ള കണ്ടീഷൻ? എന്താ, EB is equal to എന്താണ്, V/2. EB is equal to V/2. പക്ഷേ എന്താ, when the mechanical power developed by a shunt motor will be maximum when the ratio of back EMF to applied voltage, അത് ratio of back EMF to applied voltage EB/V. EB/V എന്തായിരിക്കും ഇവിടെ ഇക്വേഷൻ? 1/2. 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 0.5. അപ്പോൾ ബാക്ക് EMF-ഉം അപ്ലൈഡ് വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ 1/2 ആകുമ്പോഴാണ് പവർ എന്താവുന്നത്, മാക്സിമം വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞതായിരിക്കും ഓപ്ഷൻ D ആണ് എന്ത്, റൈറ്റ് ആൻസർ 0.5. അപ്പോൾ ഈ റിലേഷൻ ഓർത്ത് വെക്കുക. മാക്സിമം പവർ DC മോട്ടറിൻ്റെ കേസിൽ മെക്കാനിക്കൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന മാക്സിമം ആവുന്നത് എപ്പോഴാണ്? ബാക്ക് EMF-ൻ്റെ വാല്യൂ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഹാഫ് ആകുമ്പോഴാണ് മാക്സിമം പവർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം പവർ ഡെവലപ്പ് ചെയ്യുന്നത്. Okay, EB equal to V/2, that is EB/V is equal to 1/2, that is 0.5. Okay, next question. A 200 volt DC motor has an armature resistance of 0.5 ohm. If the full load armature current is 30 ampere, then the back EMF will be. അപ്പോൾ 200 വോൾട്ട് DC മോട്ടറാണ്. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് വന്നിട്ടുണ്ട് 200 വോൾട്ട്. ആർമേച്ചർ റെസിസ്റ്റൻസ് R വന്നിട്ടുണ്ട് 0.5. ഫുൾ ലോഡ് ആർമേച്ചർ കറണ്ട് IA വന്നിട്ട് 30 ആംപിയർ. എന്താ കണ്ടുപിടിക്കേണ്ടത്? ബാക്ക് EMF കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം ബാക്ക് EMF-ൻ്റെ ഇക്വേഷൻ എന്താ, EB is equal to, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, V minus IA RA. എല്ലാത്തിൻ്റെ വാല്യൂ നോക്കിയാൽ സപ്ലൈ വോൾട്ടേജ് എത്രയാണ്? 200 മൈനസ് IAയുടെ വാല്യൂ ആർമേച്ചർ കറണ്ട് 30 ആംപിയർ ഇൻറ്റു ആർമേച്ചർ റെസിസ്റ്റൻസ് 0.5. ഓക്കെ, സോൾവ് ചെയ്യുക. 200 മൈനസ് 30 ഇൻറ്റു 0.5 എത്രയാണ്? 15. 200 മൈനസ് 15 185 വോൾട്ട്. അപ്പോൾ ബാക്ക് EMF എന്ന് പറയുന്നത്
185 വോൾട്ട്. ഓപ്ഷൻ സി ആണ് എന്ത് റൈറ്റ് ആൻസർ. അപ്പോൾ ഇക്വേഷൻ ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ എ ആർ എ. ഓക്കെ, നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ അതാണ് ചെയ്ത് ഈക്വൽ ടു ഇ ബി ഇസ് ഈക്വൽ ടു വി മൈനസ് ഐ ആർ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 185 വോൾട്ട് ആണ് ആൻസർ വരിക. നെക്സ്റ്റ്, a DC series motor develops a torque of 20 Newton meter at 3 ampere of load current. If the current is increased to 6 ampere, the torque developed will be. Okay, അതായത് ഡി സി സീരീസ് മോട്ടറിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. ഡെവലപ്സ് എ ടോർക്ക് ഓഫ് 20 ന്യൂട്ടൺ മീറ്റർ അറ്റ് 3 ആംപിയർ. 3 ആംപിയറിൽ എത്രയാണ്? 20 ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. അങ്ങനെയാണെങ്കിൽ കറണ്ട് 6 ആംപിയർ ആക്കിയാൽ ടോർക്ക് എത്രയായിരിക്കും? കാരണം ഏത് മോട്ടറാണെന്ന് ആദ്യം നോക്കുക. ഡി സി സീരീസ് മോട്ടർ. ഡി സി സീരീസ് മോട്ടറിൻ്റെ കേസിൽ ടോർക്കിൻ്റെ ആണ് ക്വസ്റ്റ്യൻ. ടോർക്കിൻ്റെ റിലേഷൻ എന്താ വരിക? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ജനറൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ എ. സീരീസ് മോട്ടർ ആകുമ്പോൾ 5 എന്താണ്? ഐ എക്ക് പ്രൊപ്പോർഷനിലാണ് വീണ്ടും. അപ്പോൾ എന്ത് കിട്ടും? ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ. ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ. അപ്പോൾ നമുക്ക് ഐ എക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. ആദ്യത്തെ കേസിൽ ടോർക്ക് 20 ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? ടോർക്ക് 20 ആംപിയർ ആകുമ്പോൾ എപ്പോഴാണ്? കറണ്ട് 3 സ്ക്വയർ ആകുമ്പോൾ ഐ എൻ്റെ വാല്യൂ 3 സ്ക്വയർ ആകുമ്പോൾ ടോർക്ക് എത്രയാണ്? 20 ആണ്. ഇനി രണ്ടാമത്തെ കേസിൽ കറണ്ട് എത്ര ആംപിയർ? 6 ആംപിയർ. 6 സ്ക്വയർ ആകുമ്പോൾ എത്രയാണ് ടോർക്ക്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് നോക്കാം. എത്രയാ? ടി ഡിവൈഡഡ് ബൈ 20 ഇസ് ഈക്വൽ ടു എത്രയാണ്? ടിക്ക് പ്രൊപ്പോർഷണൽ 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ. ഓക്കെ, ടി പ്രൊപ്പോർഷണൽ ഐ എ സ്ക്വയർ എന്ന റിലേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 20 ആണ് ടോർക്ക് ഉണ്ടാകുമ്പോൾ, ഐ മീൻ 3 സ്ക്വയർ ഉണ്ടാകുമ്പോൾ ടോർക്ക് എത്രയായിരുന്നു? 20 ആണ്. 6 സ്ക്വയർ ഉണ്ടാകുമ്പോൾ ടി ആണ്. ആ ടീൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുക. ടി ഡിവൈഡ് ബൈ 20 ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ ബൈ 3 സ്ക്വയർ. 6 സ്ക്വയർ ബൈ 3 സ്ക്വയർ എത്രയാണ്? 36 ഡിവൈഡഡ് ബൈ 9. 3 സ്ക്വയറിനാണ് 36 ബൈ 9 എത്രയാണ്? 40. അപ്പോൾ ടോർക്ക് എത്രയായിരിക്കും? 20 ഇൻറ്റു 4. 20 ഇൻറ്റു 4 എന്ന് പറഞ്ഞത് എത്ര? 80 ആണ് എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ, രണ്ടാമത്തെ കേസിൽ 80 ആണ് ആൻസർ വരുന്നത്. ഇല്ലെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനില്ല. ഡയറക്റ്റ് ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എടുക്കാം. നോക്കാം, ഇത്രയൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എടുക്കാം. നമുക്ക് ടി പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ എന്നറിയാം. അത് ഐ എ എത്ര ടൈംസ് കൂടുന്ന അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിരിക്കും എന്ത് കൂടുക? ടോർക്ക് കൂടുക. അപ്പോൾ ടോർക്ക് പ്രൊപ്പോർഷണൽ ഐ എ സ്ക്വയർ. ആ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. 6 മൈനസ് 6ഉം 3ഉം, അത് 3ൻ്റെ സ്ക്വയർ ഡബിൾ ആണ് എന്തെന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുന്നത്. അത് നേരത്തെ ഉണ്ടായിരുന്ന ആർമേച്ചർ കറണ്ട് ഡബിൾ ആണ് വരുന്നത്, രണ്ടാമത് വരുന്നത്. അപ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. എത്ര ടൈംസ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ആ ടൈംസിൻ്റെ സ്ക്വയർ എടുക്കുക എന്ന് വെച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ടോർക്കിൻ്റെ എത്ര ടൈംസ് ആയിരിക്കും? 4 ടൈംസ് ആയിരിക്കും വരും. അപ്പോൾ 4 ഇൻറ്റു 20. ആദ്യം ഉണ്ടായിരുന്ന 20 ഇൻറ്റു എത്ര ടൈംസിൻ്റെ സ്ക്വയർ എടുക്കുക. ഇങ്ങനെ റിലേഷൻ ഉണ്ടെങ്കിലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 3 ഇപ്പോൾ 9 ആണെങ്കിൽ എന്ത് കിട്ടും? ഇവിടെ 9 ആംപിയർ ആണെങ്കിൽ എത്ര കിട്ടും? 3 ടൈംസ് ആണ് വരിക. അപ്പോൾ 3 ഇൻറ്റു 3 ഇവിടെ 3 ടൈംസ് 3 സ്ക്വയർ എത്രയാണ്? 9 ടൈംസ് കൂടുതലായിരിക്കും. അപ്പോൾ എത്ര ടൈംസ് ആണ് ആർമേച്ചർ കറണ്ട് കൂടുന്നതെന്ന് നോക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, അത് ഇനീഷ്യലുള്ള ടോർക്കുമായിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. സോൾവ് ഒന്നും ചെയ്യാനുള്ള മെത്തേഡാണിത്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഈക്വേഷൻ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാം. ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ എന്നുള്ള റിലേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ 80 ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത് വരിക? ആൻസർ വരിക. ഇപ്പോൾ പറഞ്ഞ മെത്തേഡാണ് ഇപ്പോൾ പറഞ്ഞത്. ടി പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു ഐ എ സ്ക്വയർ, ദാറ്റ് ഈസ് ടി പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ. ഇനീഷ്യൽ കേസിൽ I1 3 ആകുമ്പോൾ T1 20 ആണ്. അപ്പോൾ I2 6 ആകുമ്പോൾ എത്രയായിരിക്കും? അപ്പോൾ T1 ബൈ T2 ഇസ് ഈക്വൽ ടു I1 സ്ക്വയർ ബൈ I2 സ്ക്വയർ. T1 20 ആണ്. 20 ബൈ T2 സ്ക്വയർ ഈക്വൽ ടു 3 I1 3 സ്ക്വയർ ബൈ 6 സ്ക്വയർ. സോൾവ് ചെയ്യുക. 26 ഇൻറ്റു 20 ബൈ 9 സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 80 ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത് വരിക? ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 DC series motors are connected in series to produce a torque of 100 Newton meter. If the motor are connected in parallel, the torque produced will be. അതായത് 2 സീരീസ് മോട്ടോഴ്സ് ഉണ്ട്, അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സമയത്തുള്ള ടോർക്കാണ് 100 ന്യൂട്ടൺ മീറ്റർ. നൗ ഇഫ് ദ മോട്ടോർ ആർ കണക്റ്റഡ് ഇൻ പാരലൽ, ദ ടോർക്ക് പ്രൊഡ്യൂസ്ഡ് വിൽ ബി. അപ്പോൾ ആ 2 സീരീസ് മോട്ടോർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തുള്ള മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പോകണം? പാരലായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് നമുക്ക് ഒരൊറ്റ റിലേഷൻ മാത്രം അറിഞ്ഞാൽ മതി. 2 സീരീസ് മോട്ടർ ഉണ്ട്, ആ സമയത്തുള്ള സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് എത്രയാണ്? ആർമേച്ചർ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എ ആണ്. ഓക്കെ,
ഇനി പാരലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഐ എന്ന് പറഞ്ഞാൽ എന്തായി മാറും? 2 ഡിവൈഡ് ചെയ്യും അല്ലേ? പാരലൽ കണക്ഷനിൽ 2 ഈക്വലായിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇവിടെ എന്ത് വരും? IA/2 വരും. ഇവിടെയും IA/2 വരും. ഓക്കെ, പാരലായിട്ട് വെക്കുമ്പോൾ ആർമേച്ചർ കറണ്ടിന്റെ വാല്യൂ എത്രയാണ്? IA/2 ആണ്. അപ്പോൾ IA എത്ര ടൈംസ് ആയിട്ടാണ് കുറഞ്ഞത്? 1/2 ടൈംസ് ആയിട്ട് കുറഞ്ഞു. ഓക്കെ, 1/2 ടൈംസ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ടോർക്ക് എത്ര ടൈംസ് ആയിട്ട് കുറയും? 1/2ന്റെ സ്ക്വയർ ടൈംസ് ആയിട്ട് കുറയും. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 1/4 ആവും. 1/4 ആയിട്ട് കുറയുന്നു. അപ്പോൾ ഇനീഷ്യൽ ടോർക്ക് എത്രയാണ്? 100 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ അതിൻ്റെ 1/4 ആയിട്ട് കുറഞ്ഞ എത്രയാണ്? 100 × 1/4. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. 100 × 1/4 ദാറ്റ്സ് ഈക്വൽ ടു 25 ന്യൂട്ടൺ മീറ്റർ. അപ്പോൾ ഐ എത്ര ടൈം, ഞാൻ നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ട് മെത്തേഡ്, എത്ര ടൈംസ് ആയിട്ട് ഐ എ കുറയുമെന്ന് നോക്കുക. അതിൻ്റെ സ്ക്വയർ ടൈംസ് ആയിട്ടാണ് ആര് കുറയുക? ടോർക്ക് കുറയുക കൂടുകയോ ചെയ്യുക. ഓക്കെ, അതല്ലാണ്ട് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യാൻ നോക്കാം. ടി പ്രൊപ്പോർഷണൽ ടു എന്താണ്? IA². ഓക്കെ, ടി പ്രൊപ്പോർഷണൽ ടു IA². ടി എത്രയാണ്? ഇനീഷ്യൽ കേസിൽ 100 ന്യൂട്ടൺ മീറ്റർ ആണ്. ആ സമയത്ത് IA² ആണ്. ഇനി പാരലൽ കണ്ടീഷൻ വരുമ്പോൾ എന്ത് വരും? പുതിയ ടോർക്ക് ടി ഡാഷ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എന്താണ്? കറണ്ട് എന്തായി മാറും? IA/2 ആയിട്ട് മാറും. കാരണം പാരലൽ വരുമ്പോൾ കറണ്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാണ്. IA/2 IA/2. അപ്പോൾ IA/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത്? IA²/4 രണ്ടും ഡിവൈഡ് ചെയ്യുക. 100/T ഡാഷ് ഇസ് ഈക്വൽ ടു IA²/IA²/4. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ IA² ക്യാൻസൽ ആവും. എന്ത് കിട്ടും ഇവിടെ? 100/T ഡാഷ് ഇസ് ഈക്വൽ ടു 4 വേർ T ഡാഷ് ഇസ് ഈക്വൽ ടു 100/4 ദാറ്റ്സ് ഈക്വൽ ടു 25. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കലിയും ചെയ്യാം, അല്ലാതെ ഡയറക്റ്റ് നമുക്ക് റിലേഷൻ വെച്ചിട്ടും എന്ത് കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാം. എത്ര ടൈംസ് കുറയോ കൂടുന്നുണ്ടോ നോക്കുക. ആർമേച്ചർ കറണ്ട് എത്ര ടൈംസ് കുറയുന്നു കൂടുന്നു നോക്കുക. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എത്രയായി? ടോർക്കിൽ ഉണ്ടാവുന്ന ചേഞ്ചായി. ഓക്കെ, അത് നമ്മുടെ ഇനീഷ്യൽ ടോർക്കുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻസർ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ 1/4 ആയിട്ടാണ് ടോർക്ക് കുറഞ്ഞത്. അപ്പോൾ ഇനീഷ്യലി ഉള്ളതിൻ്റെ 1/4, 100ൻ്റെ 1/4 എത്രയാണ്? 25 ന്യൂട്ടൺ മീറ്റർ ആണ് എന്ത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 22nd question. A 200 volt DC shunt motor runs at no load at 1000 rpm, taking negligible current. The armature and field resistances are 0.5 ohm and 200 ohm respectively. On load, the armature reaction weakens the flux by 10%. Okay, no load armature current is negligible. The motor speed at a rated output with an armature current of 40 ampere will be about 1000 rpm, 1050 rpm, 900 rpm, 950 rpm. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു 200 വോൾട്ട് DC ഷണ്ട് മോട്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്ലൈഡ് വോൾട്ടേജ് V തന്നിട്ടുണ്ട്. അപ്ലൈ വോൾട്ടേജ് V എത്രയാണ്? 200 വോൾട്ട് ആണ്. ഓക്കെ, റൺസ് അറ്റ് നോ ലോഡ് അറ്റ് 1000 rpm, ദാറ്റ് ഈസ് N1ൻ്റെ വാല്യൂ. ഇനീഷ്യൽ എത്ര സ്പീഡിലാണ് കറങ്ങുന്നുള്ള? 1000 rpmലാണ് കറങ്ങുന്നുള്ളത്. ദ ആർമേച്ചർ ആൻഡ് ഫീൽഡ് റെസിസ്റ്റൻസസ് ആർ 0.5 ohm ആൻഡ് 200 ohm. അതായത് RSHൻ്റെ വാല്യൂം RAയുടെ വാല്യൂ, ആർമേച്ചർ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0.5 ohm, RSHൻ്റെ വാല്യൂ 200 ohm ആണ്. ഓക്കെ, ഓൺ ലോഡ് ദ ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദ ഫ്ലക്സ് ബൈ 10%. അതായത് ലോഡ് കൊടുക്കുന്നത് രണ്ടാമത്തെ കേസിൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ഉണ്ടായതിനേക്കാളും 10% കുറയാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നേരത്തെ നമ്മൾ ചെയ്ത പോലെ φ2യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.951 ആയിട്ട് എന്താണ്? കുറയാണ്. The motor speed at a rated output with an armature current of 40 ampere will be. അതായത് ആർമേച്ചർ കറണ്ട് IA2 ആ സമയത്തുള്ള ഇതാണ് കാണേണ്ടത്. എത്രയാണ്? 40 ആംപിയർ വരുമ്പോൾ എത്രയാണ് നമ്മുടെ സ്പീഡ്? IA2 40 ആംപിയർ വരുമ്പോൾ എത്രയാണ് സ്പീഡ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് N2 ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, N2 കണ്ടുപിടിക്കണം. ഇനി ഒരു കാര്യം കൂടി പറയുന്നത്, നോ ലോഡ് ആർമേച്ചർ കറണ്ട് ഈസ് നെഗ്ലിജിബിൾ. അതായത് നോ ലോഡ് സമയത്ത് ആർമേച്ചറിൽ എടുക്കുന്ന കറണ്ട് ഉണ്ടാവില്ലേ, IA0, അതെന്ന് പറഞ്ഞത് ഓൾമോസ്റ്റ് 0, നെഗ്ലിജിബിൾ ആണ് എടുക്കുന്നത്. അപ്പോൾ നോ ലോഡ് സമയത്ത് എന്തില്ല? കറണ്ട് 0 ആണ്. എന്ന് വെച്ചാൽ IA1ൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. നോ ലോഡിൽ IA1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നോ ലോഡിൽ ആർമേച്ചർ കറണ്ട് IA1 0, സ്പീഡ് 1000 rpm കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 40 ആംപിയർ കറണ്ടിൽ എത്രയാണ് സ്പീഡ് വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റിലേഷൻ അറിയാം. എന്താ? N പ്രൊപ്പോർഷണൽ ടു സ്പീഡിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. N പ്രൊപ്പോർഷണൽ ടു EB/ഫ്ലക്സ്. ഓക്കെ, അതിൽ നമുക്ക് എന്ത് എഴുതാം? N2/N1 is equal to EB2/N1.
EB1 into 5/1/2. 5/1/2 ഈ റിലേഷൻ നമുക്കറിയാം. അപ്പോൾ N1 എന്നറിയാം, EB2ഉം EB1 എന്താണെന്ന് അറിയില്ല. 5/1ഉം 5/2 തമ്മിലുള്ള റിലേഷൻ അറിയാം. 0.951 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 10% കുറയുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ EB2ഉം EB1ഉം കണ്ടുപിടിക്കാം. അപ്പോൾ EB1 എന്തായിരിക്കും? EB1 is equal to ഇക്വേഷൻ എന്താ? V മൈനസ് IA1 RA. IA1 എത്രയാണ്? കാരണം നോ ലോഡിൽ കറണ്ട് ഒന്നും എടുക്കുന്നില്ല, നെഗ്ലിജിബിൾ ആണ്. നോ ലോഡ് കറണ്ട് 0 ആണ്. അപ്പോൾ എന്തായിരിക്കും? EB1 is equal to V തന്നെ. അപ്പോൾ EB1 is equal to V എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് 200 വോൾട്ട്. ഓക്കെ, അപ്പോൾ EB1 കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കുക? EB2 കണ്ടുപിടിക്കാം. EB2 is equal to എന്തായിരിക്കും? V മൈനസ് IA2 ഇൻറ്റു RA. ഓക്കെ, IA2 എത്രയാണ്? 40 ആംപിയർ. RA 0.5. എന്ത് കിട്ടും? V is equal to 200 മൈനസ് 40 ഇൻറ്റു 0.5. ദാറ്റ് ഈസ് 200 മൈനസ് 40 ഇൻറ്റു 0.5 20 ആണ്. 200 മൈനസ് 20 ദാറ്റ്സ് ഈക്വൽ ടു 180 വോൾട്ട്. ഓക്കെ, ഇപ്പോൾ N1 അറിയാം, EB2 അറിയാം, EB1 അറിയാം, 5/1 5/2 തമ്മിലുള്ള റിലേഷൻ അറിയാം. അതിൽ നിന്ന് എന്ത് കിട്ടും? 5/1/2 എന്ന് പറഞ്ഞത് 1/0.9 എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു N2/N1 is equal to EB2 എത്രയാണ്? 180 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 5/1/2 എത്രയാണ്? 5/1 തന്നെ ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 5/2ൻ്റെ വാല്യൂ 0.9. 5/1 ക്യാൻസൽ ചെയ്യുക. ഇതൊന്ന് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുക. N1 എത്ര? 1000 ആണ്. അതെന്ത് ചെയ്യുക? ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? സോൾവ് ചെയ്യാൻ നോക്കിക്കോ. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്ന് പറയുന്നത് N1 ഇൻറ്റു, ഓക്കെ ഇതിന് ചെയ്യാം, 100 0 ക്യാൻസൽ, 0.918 എത്ര വരും? 20 ടൈംസ് വരും അല്ലേ? ഇവിടെ 20 വരും. അപ്പോൾ ഈ 20യും ഈ 20 എന്തായി പോകും? ക്യാൻസലായി പോവും. എന്ത് കിട്ടും? ബാക്കി എന്ത് വരും? ഇവിടെ 0.9 ദാറ്റ് ഈസ് N2 is equal to എന്തെന്ന് കിട്ടും? ഇവിടെ ഒന്നും ബാക്കിയില്ല, 0.9 ഇവിടെ ക്യാൻസൽ ചെയ്തു. ആകെ എന്ത് മാത്രമേ ഉള്ളൂ? N2 is equal to N2/N1 is equal to 1 എന്ന് വരും. ദാറ്റ് ഈസ് N2 is equal to N1. N1ൻ്റെ വാല്യൂ എത്രയാണ്? 1000 RPM. അപ്പോൾ N2ൻ്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും? എത്ര വരും N2ൻ്റെ വാല്യൂ? ഒന്ന് സോൾവ് ചെയ്ത് നോക്കി. 1000 ഇൻറ്റു 180, 1000 5 ടൈംസ്, ഇവിടെ 200, 5 ഇൻറ്റു 200 ദാറ്റ് ഈസ് 1000 ആണ് എന്ത് വരിക? ആൻസർ വരിക. N2ഉം N1ഉം സെയിം ആയിട്ട് തന്നെ വരും. ആൻസർ എന്ന് പറയുന്നത് 1000 RPM. അപ്പോൾ റിലേഷൻ ഇതാണ്. N2/N1 is equal to EB2/EB1 ഇൻറ്റു 5/1/2. ഓക്കെ, അതിൽ നിന്ന് EB2ഉം EB1ഉം കണ്ടുപിടിക്കാനുള്ള റിലേഷൻസ് ആണ് അവിടെ തന്നേക്കുന്നത്. EB1 is equal to V മൈനസ് IA1 RA. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ നോ ലോഡാന്ന് പറയുന്നുണ്ട്. നോ ലോഡിൽ ആർമേച്ചർ കറണ്ട് 0 ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ IA1ൻ്റെ വാല്യൂ ഉണ്ടാവില്ല. സപ്ലൈ വോൾട്ടേജും EB1 എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 200 വോൾട്ട് തന്നെയാണ് EB1 വരിക. ഇനി EB2 കണ്ടുപിടിക്കാനുള്ള റിലേഷനും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. IA2യുടെ വാല്യൂ വന്നിട്ടുണ്ട്. എത്രയാണ്? 40 ആംപിയർ ആർമേച്ചർ കറണ്ട്. അപ്പോൾ ആ റിലേഷൻ വെച്ചിട്ട് EB2 കണ്ടുപിടിക്കാം. ഇനി എന്താ ഉള്ളത്? EB2ഉം EB1ഉം കിട്ടിയാൽ 5/1ഉം 5/2 ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള റിലേഷനും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ദ ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദ ഫീൽഡ് ബൈ 10%. അപ്പോൾ 5/2 എന്ന് പറയുന്നത് 5/1ൽ നിന്ന് 10% കുറവ് എന്ന് വെച്ചാൽ 0.9 ഉണ്ടാവും. ഓക്കെ, 90% ഉണ്ടാവും. അപ്പോൾ 0.9 ആണ് എന്ത്? 5/2 is equal to 0.951. ആ റിലേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഓക്കെ, എല്ലാ വാല്യൂസും അറിയാം. സോൾവ് ചെയ്യുക. ആൻസർ എന്ത്? N2 is equal to N1 എന്നുള്ള റിലേഷൻ കിട്ടും. N1 എത്രയാണ്? 1000 RPM ആണ്. ആൻസർ എത്ര തന്നെ ആയിരിക്കും? 1000 RPM. ഓക്കെ, നെക്സ്റ്റ്. A 220 volt DC shunt motor runs at 500 RPM when the current is 50 ampere. Calculate the speed if the torque is doubled. Given that RA is equal to 0.2 ohm. അത് 220 വോൾട്ട് DC ഷണ്ട് മോട്ടർ ഉണ്ട്. കറണ്ട് 50 ആംപിയർ ആകുമ്പോൾ, ആർമേച്ചർ കറണ്ട് 50 ആംപിയർ ആകുമ്പോൾ സ്പീഡ് എത്രയാണ്? 500 RPM ആണ്. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഇഫ് ദ ടോർക്ക് ഈസ് ഡബിൾഡ്. ടോർക്ക് ഡബിൾ ചെയ്താൽ സ്പീഡ് എത്രയാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പിന്നെ എന്താ വന്നിട്ടുണ്ട്? RAയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ഏത് മോട്ടറാണ് ആദ്യം നോക്കിയതാ? DC ഷണ്ട് മോട്ടറാണ് തന്നേക്കുന്നത്.
ഓക്കെ, ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ നമുക്ക് എന്താ പറയാം, ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്, ഏത് മോട്ടറാണെങ്കിലും ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 × Ia ആണ്. ഷണ്ട് മോട്ടറിൽ 5 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് വരും, Ia. ഓക്കെ, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു Ia ആണ്. അപ്പോൾ ടോർക്ക് ഡബിൾ ചെയ്യുന്നുണ്ട്. ടോർക്ക് ഡബിൾ ചെയ്താൽ ആര് ഡബിൾ ചെയ്യും, Iaയും കൂടി ഡബിൾ ചെയ്യില്ലേ. അപ്പോൾ രണ്ടാമത്തെ കേസിൽ ടോർക്ക് ഡബിൾ ചെയ്യുന്ന കണ്ടീഷനിലുള്ള ആർമേച്ചർ കറണ്ട് Ia2 = എന്തായിരിക്കും, 2 × Ia1. 2 × Ia1. നേരത്തെ ഉണ്ടായിരുന്ന Ia1ൻ്റെ ഡബിൾ ആയാലാണ് എന്ത് ചെയ്യുക, ടോർക്ക് ഡബിൾ ആവുക. കാരണം T പ്രൊപ്പോർഷണൽ ടു Ia ആണ്. ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ T പ്രൊപ്പോർഷണൽ ടു Ia. അപ്പോൾ ടോർക്ക് ഡബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക, ടോർക്ക് ഡബിൾ ആകുമ്പോൾ ആർമേച്ചർ കറണ്ടും എന്തായിരിക്കും, ഡബിൾ ആയിരിക്കും. ഇനീഷ്യൽ Ia1 ആയിരുന്നെങ്കിൽ പുതിയ കണ്ടീഷനിൽ Ia2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Ia1ൻ്റെ ഡബിൾ 2 × Ia1. ഇനി നമുക്ക് കണ്ടുപിടിക്കാം സ്പീഡ് N2/N1. N2/N1 = എന്താ, EB2/EB1 ഇൻറ്റു 5/1/5/2. കാരണം എന്താ, ഷണ്ട് മോട്ടോർ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് കുറയുന്ന കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായിരിക്കും, 5/1 ഉം 5/2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, 5/1 5/2 ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആണല്ലോ, ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. 5/1 ഉം 5/2 ഈക്വൽ ആയിരിക്കും. ഈ കേസിൽ ഷണ്ട് മോട്ടർ തന്നെയാണ്, പക്ഷേ എന്ത് പറയുന്നുണ്ട്, ആർമേച്ചർ റിയാക്ഷൻ കാരണം ഫീൽഡ് 10% ആയിട്ട് കുറയുന്നതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 5/1 ഉം 5/2 എടുത്തത്. പക്ഷേ ഈ കേസിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷണ്ട് മോട്ടറിൻ്റെ കേസ് തന്നെയാണ്. 5/1 ഫ്ലക്സ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട്. അത് കാരണം എന്തെടുക്കേണ്ട കാര്യമില്ല, 5/1 5/2 എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ N1 അറിയാം എത്രയാണ്, 500 RPM. ഇനീഷ്യലി 500 RPM ആയിരുന്നു. EB2 ഉം EB1 എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. EB2 = അതായത് EB1 കണ്ടുപിടിക്കാം. EB1 = V - Ia1 RA. ഓക്കെ, V എത്രയാണ്, 220 വോൾട്ട്. 220 മൈനസ് Ia1, ഇനീഷ്യലി ആർമേച്ചർ കറണ്ട് എത്രയായിരുന്നു, 50 ആംപിയർ. 50 ആംപിയർ ഇൻറ്റു RAയുടെ വാല്യൂ 0.2. ഓക്കെ, അപ്പോൾ 220 മൈനസ് 5 × 2 10, 220 മൈനസ് എന്ത് വരും, 10 വരും. 220 മൈനസ് 10 = 210 വോൾട്ട്. ഓക്കെ, ഇനി EB2 എത്രയായിരിക്കും, EB2 = 220 V - Ia2 RA. Ia2 എന്ന് വെച്ചാൽ എന്താ, 2 × Ia1 ആണ്. Ia1 എത്രയാണ്, 50 ആണ്. അപ്പോൾ 2 × 50 എന്ന് പറഞ്ഞാൽ എത്ര വരും, 100 വരും. 100 × 0.2. ഓക്കെ, 6.2 ആണ്. അപ്പോൾ 220 മൈനസ് 100 × 0.2 20. 220 മൈനസ് 20 എത്രയാണ്, 200. ഓക്കെ, അപ്പോൾ EB1 ഉം കിട്ടി, EB2 ഉം കിട്ടി. എന്താണ് വിളിക്കുക, N2 = N1 × എന്ത് വരും, EB2 200 ഡിവൈഡഡ് ബൈ EB1 എത്രയാണ്, 210. N1ൻ്റെ വാല്യൂ 500 ആണ്. 500 × 200 ഡിവൈഡഡ് ബൈ 210. സോൾവ് ചെയ്യുക. ആൻസർ 476 വോൾട്ട് എന്നായിരിക്കും ആൻസർ വരിക. ഓക്കെ, 476 ആംപിയർ RPM ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിൽ ടോർക്ക് തമ്മിലുള്ള റിലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്പീഡ് റിലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ EBയും Vയും തമ്മിലുള്ള റിലേഷൻ. അതാണ് ഞാൻ ആദ്യം തന്നെ ടോർക്ക് റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, സ്പീഡ് റിലേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും, അതുപോലെ വോൾട്ടേജ് ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലം. ഇത് മിക്സ്ഡ് ചെയ്തിട്ടാണ് അധികം പ്രോബ്ലംസും നമുക്ക് PSCയിൽ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഷണ്ട് മോട്ടർ തമ്മിലുള്ള റിലേഷൻ അറിയണം, സീരീസ് മോട്ടർ തമ്മിൽ ടോർക്കും ആർമേച്ചർ കറണ്ടും തമ്മിലുള്ള റിലേഷൻ കൂടി അറിയണം. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് DC മോട്ടോർ ഹാസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഏത് DC മോട്ടറിനാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉള്ളത്? അതാണ് നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് പോവുക, കാരണം ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജനറലായിട്ട് നോക്കാം. IA സ്പീഡ്. ഓക്കെ, ഇതാണ് റേറ്റഡ് സ്പീഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, റേറ്റഡ് സ്പീഡിനേക്കാളും ചെറിയൊരു വേരിയേഷൻ മാത്രം എന്നുള്ളത്, ഏകദേശം 10 to 15%. നോർമലി 10% ആണ് ഉണ്ടാവുക. ഏത് മോട്ടറിലാണ്, ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ. ഓക്കെ, ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ സ്പീഡിൽ ചെറിയൊരു വേരിയേഷൻ, നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും, ഗ്രാജുവലായിട്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ടിങ്ങിന് നോ ലോഡിൽ ഹൈ സ്പീഡും ലോഡ് കൂടുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, കുറയും. ഷണ്ടിൻ്റെയും സീരീസിൻ്റെയും ഇടയിൽ, ഇത് സീരീസാണ്, ഷണ്ടിൻ്റെയും സീരീസിൻ്റെ ഇടയിലായിരിക്കും ആര് വരിക, ക്യുമുലേറ്റീവ്. പിന്നെ ഇതെന്തായിരിക്കും, ഇതാണ് ഡിഫറൻഷ്യൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് വരിക, ഡിഫറൻഷ്യൽ. എന്തുകൊണ്ടാണ് സ്പീഡ് കൂടാൻ കാരണം ഫ്ലക്സ് എന്ന് വെച്ചാൽ എന്താ, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് സീരീസ് ഫ്ലക്സ് മൈനസ് ഷണ്ട് ഫ്ലക്സ് മൈനസ് സീരീസ് ഫ്ലക്സ് ആണ്.
ഡിഫറൻഷ്യൽ ആണെങ്കിൽ സീരീസ് ഫ്ലക്സ് പിന്നെ മൈനസ് ആയിട്ടാണ് വരിക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കുറയും. ഫ്ലക്സ് കുറഞ്ഞാൽ സ്പീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അതാണ് ഡിഫറൻഷ്യലി റേറ്റഡ് സ്പീഡിനേക്കാളും കൂടുതൽ വരാൻ കാരണം. ഓക്കെ, നമ്മൾ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കാം, ഏത് മോട്ടറിലാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉണ്ട്. ഈ ഒരു റിലേഷൻ അറിയുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് കുറച്ച് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻ അറിഞ്ഞിരിക്കുക. എല്ലാ മോട്ടറിൻ്റെയും സ്പീഡ് വേഴ്സസ് ആർമേച്ചർ കറണ്ട് റിലേഷനാണ് ഇലക്ട്രിക്കൽ ക്യാര എന്ന് പറയുന്നത്. ആ ഇലക്ട്രിക്കൽ ക്യാര അറിഞ്ഞിരിക്കണം എല്ലാ മോട്ടറിൻ്റെയും. ഓക്കെ, ഇപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ വരുന്ന ഏതാണ്? ഷണ്ട് മോട്ടോർ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. കോൺസ്റ്റൻറ്റ് സ്പീഡ് വരുന്നത് ഷണ്ട് മോട്ടറിലാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടോർ ഈസ്. ഒരു ഡി സി മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലക്സ്. ഫ്ലക്സിന് ഡയറക്ട്ലി, ഇ ബിക്ക് ഡയറക്ട്ലി, ബാക്ക് ഇ എം എഫിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഫ്ലക്സിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇനി ഓപ്ഷൻ വായിച്ചു നോക്കാം. സ്പീഡ് ഓഫ് ഡി സി മോട്ടർ ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ് അല്ല. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ആണ്. ഇനി അടുത്ത ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ബാക്ക് ഇ എം എഫ് ആൻഡ് ഫ്ലക്സ്. അങ്ങനത്തെ ഒരു കേസ് നമ്മൾ പറഞ്ഞിട്ടില്ല. എന്താണ് ആൻസർ? എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാക്ക് ഇ എം എഫ്. ഈ റിലേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പാർട്ടിലാണെങ്കിലും പ്രോബ്ലം സെക്ഷനിലാണെങ്കിലും ഡി സി മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻസ്. ഓക്കെ, എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലക്സ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് വെച്ചിട്ട് ചോദിച്ചാണ് ഇത് പല എക്സാംസിലായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഫ്ലെമിങ്സ് റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു. നമ്മൾ ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഈസ് ആപ്ലിക്കബിൾ ടു ഏതാണ്? ഡി സി മോട്ടോർ. ഓക്കെ, ഡി സി മോട്ടറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ നമുക്ക് സ്പീഡായിട്ട് പറഞ്ഞു പോവാം. നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടോർ ഹാസ് ടു ബി കൺട്രോൾഡ് ത്രൂ ദ ഫീൽഡ്. ഒരു ഡി സി ഷണ്ട് മോട്ടറാണ്. ആ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ നമുക്ക് ചെയ്യണം ത്രൂ ദ ഫീൽഡ്. ഇൻ സച്ച് കേസ് മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ടർ വിൽ ബി. ഓക്കെ, ഏത് സ്റ്റാർട്ടറാണ് ഡി സി ഷണ്ട് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിന് വേണ്ടി യൂസ് ചെയ്യുന്നത്? അപ്പോൾ രണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ഡി സി ഷണ്ട് മോട്ടർ ഞാൻ ഇന്നലെ പറഞ്ഞത്. സീരീസ് മോട്ടർ ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? 2 പോയിന്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യാം. ഷണ്ടും കോമ്പൗണ്ടിലും ഏതൊക്കെ യൂസ് ചെയ്യും? 3 പോയിന്റും 4 പോയിന്റ് ആണ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ഡി സി മോട്ടർ ഹാസ് ടു ബി കൺട്രോൾഡ് ത്രൂ ദ ഫീൽഡ്. ഫീൽഡ് വെച്ചിട്ടാണ് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഏത് സ്റ്റാർട്ടറാണ് മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ടർ? 3 പോയിന്റും 4 പോയിന്റ് യൂസ് ചെയ്യാം. അതിൽ തന്നെ 4 പോയിന്റ് സ്റ്റാർട്ടറാണ് എന്തിൽ വരുന്നത്? മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് മോട്ടറിലാണെങ്കിൽ 2 പോയിന്റ് സ്റ്റാർട്ടർ, ഷണ്ടും കോമ്പൗണ്ടിലാണെങ്കിൽ 3 പോയിന്റും 4 പോയിന്റും. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? 4 പോയിന്റ് സ്റ്റാർട്ടേഴ്സ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? ഷണ്ട് മോട്ടറിലും കോമ്പൗണ്ട് മോട്ടറിലും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. ഇന്നലെ പറഞ്ഞൊക്കെ ഓർമ്മ എന്ന് വിചാരിക്കുന്നത്. എല്ലും എയും ഇതിലാണ് വരിക? സീരീസിലാണ് വരിക. എല്ലും 2 പോയിന്റിലാണ് വരിക. എല്ലും എയും എഫും അതിന് വരും ഷണ്ടിലും 3 പോയിന്റിൽ വരും. L1 L2 എ എഫ് ഇത് 4 പോയിന്റ് വരും, 4 പോയിന്റ്സ്. ഇത് സീരീസ് ആയതുകൊണ്ട് ആർമേച്ചറും ഫീൽഡും ഒരേ ലൈനിലായതുകൊണ്ടാണ്, ഒരേ സീരീസ് ആയിട്ട് ആയതുകൊണ്ടാണ് നമുക്ക് എഫ് എന്ന് പറഞ്ഞ പോയിന്റ് വേണ്ട. അതുകൊണ്ട് സീരീസ് മോട്ടറിന് എത്ര മതി? 2 പോയിന്റ് സ്റ്റാർട്ടർ മതി. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അപ്പോൾ 3 പോയിന്റ് സ്റ്റാർട്ടറും 4 പോയിന്റ് സ്റ്റാർട്ടറും ഇതിൽ വരിക കോമ്പൗണ്ടിലും ഷണ്ടിലും ആണ് വരുന്നത്. അതിൽ തന്നെ 4 പോയിന്റ് സ്റ്റാർട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ. നെക്സ്റ്റ് 28th ക്വസ്റ്റ്യൻ. The type of speed control preferred for application where universally wide and very sensitive speed control is required will be. നമ്മൾ ഒരുപാട് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. അതിൽ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ സ്പീഡ് കൺട്രോൾ കിട്ടുന്ന ഏത് മെത്തേഡാണ്? നമ്മൾ കുറേ മെത്തേഡ്സ് പറഞ്ഞു. ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും വൈഡായിട്ട് സ്പീഡ് റേഞ്ച് കിട്ടുന്ന ഏതാ? ഇന്നലെയും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്താണ്. 0 മുതൽ നമുക്ക് ആവശ്യമുള്ള സ്പീഡ്, അതായത് റേറ്റഡ് സ്പീഡിൻ്റെ ഡബിൾ വരെ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കൺട്രോൾ കിട്ടുന്ന മെത്തേഡാണ് ഇത്. വാർഡ് ലിയോണാർഡ് കൺട്രോൾ മെത്തേഡ്. വാർഡ് ലിയോണാർഡ് മെത്തേഡ് ചെയ്യുന്ന വെച്ചാൽ അപ്ലൈഡ് വോൾട്ടേജ് കൺട്രോളിൻ്റെ ഒരു ഭാഗമാണ് എന്ത്? ഒരു മെത്തേഡാണ് വാർഡ് ലിയോണാർഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ വാർഡ് ലിയോണാർഡ് കൺട്രോളാണ് ഏറ്റവും കൂടുതൽ വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ കിട്ടുന്നത്. അപ്പോൾ ദ ടൈപ്പ് ഓഫ് സ്പീഡ് കൺട്രോൾ പ്രിഫേർഡ് ഫോർ ആപ്ലിക്കേഷൻ വെർ യൂണിവേഴ്സലി വൈഡ് ആൻഡ് സെൻസിറ്റീവ് സ്പീഡ് കൺട്രോൾ ഈസ് റിക്വയർഡ് വിൽ ബി ഏതായിരിക്കും? വാർഡ് ലിയോണാർഡ് കൺട്രോൾ. ഒരുപാട് റേഞ്ചിൽ സ്പീഡ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യുക? വാർഡ് ലിയോണാർഡ് മെത്തേഡ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് ഡി സി സീരീസ് മോട്ടോർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ. ഡി സി സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഏത് മെത്തേഡിലാണ്? നമ്മൾ 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട് ഡി സി സ്പീഡ് കൺട്രോളിന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന് ടാപ്ഡ് ഫീൽഡ് കൺട്രോള്, പിന്നൊന്ന്
ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡ്, പിന്നെ സീരീസ് പാരലൽ മെത്തേഡ്. ആ മെത്തേഡാണ് 3 സീരീസ് മോട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിൽ ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഫീൽഡ് ഡൈവേർട്ടർ സിസ്റ്റമാണ് ഓപ്ഷനിൽ വരുന്നത്. അപ്പോൾ DC സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡാണ് ഫീൽഡ് ഡൈവേർട്ടർ. 3 മെത്തേഡ്സ് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഒന്ന് ഫീൽഡ് ഡൈവേർട്ടർ, അതായത് നമ്മൾ സീരീസിന് പാരലായിട്ട് എന്ത് വെച്ചു, ഒരു വേരിയബിൾ റിയോസ്റ്റാറ്റ് വെച്ചിട്ട് ഈ റിയോസ്റ്റാറ്റ് കൺട്രോൾ ചെയ്യുമ്പോൾ ഇതിലേക്കുള്ള കറണ്ട് മാറുമ്പോൾ ബാക്കി കറണ്ടാണ് എന്തിൽ പോവുക, സീരീസ് ഫീൽഡിൽ പോവുക. ആ കറണ്ട് വേരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഫ്ലക്സ് മാറുമ്പോൾ സ്പീഡും മാറും. അതാണ് ഫീൽഡ് ഡൈവേർട്ടർ. രണ്ടാമത്തത് ടാപ്ഡ് ഫീൽഡ് എന്താ ചെയ്യുന്നത്, നമ്മൾ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് ഡിഫറെൻറ്റ് ടാപ്പിങ്സ് കൊടുക്കും. ഓരോ ടാപ്പിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ലെങ്ത് ഓഫ് ദ വൈൻഡിങ് മാറും. ആ ലെങ്ത് മാറുമ്പോൾ അതിലേക്കുള്ള കറണ്ടും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ആ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് ആവും. മൂന്നാമത്തെ സീരീസ് ആൻഡ് പാരലൽ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, സീരീസ് ആയിട്ടുള്ളതിന് എന്ത് വെക്കുക, കട്ട് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ അതിനെന്താക്കുക, പാരലായിട്ട് കണക്ട് ചെയ്യാം. ഇത്രയും മെത്തേഡ്സ് നമ്മൾ സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിൽ പഠിച്ചത്. ഇതിൽ ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത് ഫീൽഡ് ഡൈവേർട്ടർ ഉണ്ട്, ഷണ്ട് ഫീൽഡ് റെഗുലേറ്റർ ഉണ്ട്, വാർഡ് ലിയോണാർഡ് സിസ്റ്റം ഉണ്ട്, വാർഡ് ലിയോണാർഡ് ലീനിയർ സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത് ഇതാണ്, ഫീൽഡ് ഡൈവേർട്ടർ മെത്തേഡാണ് സീരീസ് മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് 30th ക്വസ്റ്റ്യൻ. എ DC motor is still used in industrial application because. നമ്മൾ DC മോട്ടർ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞിരുന്നു, DC മോട്ടർ മെയിനായിട്ട് വൈഡായിട്ട് യൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ അതിന് വൈഡ് റേഞ്ച് ഓഫ് എന്ത് കിട്ടും, സ്പീഡ് കൺട്രോൾ കിട്ടും. ഓക്കെ, DC മോട്ടറിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് എന്ത്, വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ DC മോട്ടർ ചീപ്പാണ്. ഒബ്വിയസ്ലി DC മോട്ടർ ചീപ്പല്ല, കാരണം കൺസ്ട്രക്ഷനിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. കമ്മ്യൂട്ടേറ്റർ ബ്രഷ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് സിങ്ക്രണസ് മോട്ടറോ ഇൻഡക്ഷൻ മോട്ടറിനേക്കാളും കോസ്റ്റ്ലി ആണ് എന്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, DC മോട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽട്ട് കൺസ്ട്രക്ഷനാണ് ബാക്കി മോട്ടോഴ്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ, വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് എന്ത് വരുന്നത്, DC മോട്ടർ മെയിനായിട്ട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DC മോട്ടർ സ്റ്റിൽ യൂസ്ഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ചീപ്പ്. എന്തായാലും ചീപ്പല്ല. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ, ഒരിക്കലും DC മോട്ടർ എന്തല്ല സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷനിൽ, കാരണം ബ്രഷും കമ്മ്യൂട്ടേറ്റർ അറേഞ്ച്മെൻറ്റ് ഉള്ളിടത്തോളം കാലം കൺസ്ട്രക്ഷൻ എന്തായിരിക്കില്ല, സിമ്പിൾ ആയിരിക്കില്ല. പിന്നെ ഉള്ള ഓപ്ഷൻ ഏതാണ്, പ്രൊവൈഡ് ഫൈൻ സ്പീഡ് കൺട്രോൾ. അതാണ് DC മോട്ടറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ്, ദ ബാക്ക് EMF ഇൻ എ DC മോട്ടോർ. ഒരു DC മോട്ടറിൻ്റെ ബാക്ക് EMF എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻസ് നോക്കാം. എയ്ഡ്സ് ദ അപ്ലൈഡ് വോൾട്ടേജ്, അതായത് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ അതേ ആഡ് ചെയ്യും. അതായത് ഈ അപ്ലൈഡ് വോൾട്ടേജ് ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ അതേ ഡയറക്ഷനിലേക്കായിരിക്കും EB എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. എന്തായാലും എപ്പോഴും എന്തായിരിക്കും, തെറ്റായിരിക്കും. കാരണം നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്താ, ബാക്ക് EMF, ആ പേര് വരാൻ തന്നെ കാരണം എന്താ, ബാക്ക് EMF എന്നുള്ളത് അപ്ലൈഡ് വോൾട്ടേജിനെ എന്ത് ചെയ്യാണ്, ഓപ്പോസിറ്റ് ആണ് എന്ത് വരിക, ബാക്ക് EMF എപ്പോഴും വരിക. അതായത് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് എന്ത് വരിക, ബാക്ക് EMF വരിക. ആ ഓപ്ഷൻ എവിടെയാണെന്ന് നോക്കാം. ഇൻക്രീസസ് ദ ആർമേച്ചർ റെസിസ്റ്റൻസ് അല്ല, എയ്ഡ്സ് ദ ആർമേച്ചർ കറണ്ട് അല്ല. ഓപ്ഷൻ എന്താണ്, ഇറ്റ് ഓപ്പോസസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. അപ്പോൾ എപ്പോഴും ബാക്ക് EMF എന്ന് പറയുന്നത് സപ്ലൈ വോൾട്ടേജിന് എന്ത് ചെയ്യും, ഓപ്പോസ് ചെയ്യും. ഓക്കെ, ഇനി ബാക്ക് EMFന് വേറൊരു സിഗ്നിഫിക്കൻസും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്തായിട്ട് ആക്ട് ചെയ്യും, അതിൻ്റെ ആർമേച്ചർ കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യാനുള്ള അത് ഒരു റെഗുലേഷൻ മെക്കാനിസം പോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. അതായത് ലോഡ് കൂടുമ്പോൾ സ്പീഡ് കുറയാനും ലോഡ് കുറയുമ്പോൾ സ്പീഡ് കൂടാനുള്ള ഒരു ഗവേണിംഗ് മെക്കാനിസം കൂടി ആര് കൊടുക്കും, ബാക്ക് EMF കൊടുക്കും. അതേപോലെ എനർജി കൺവേർഷൻ ബാക്ക് EMFൽ ഉണ്ടാവുന്ന അതാണ് ഇത് ശരിക്കും മോട്ടറിൽ ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നത്, മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നത്. എനർജി കൺവേർഷനും കൂടി ആര് കൊടുക്കുന്നുണ്ട്, ബാക്ക് EMF കൊടുക്കുന്നുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് EMF എന്നുള്ള ടോപ്പിക്ക് നോക്കുക, നമ്മൾ തിയറിയിൽ എടുത്തത്. അപ്പോൾ ബാക്ക് EMF എന്ന് പറഞ്ഞത് ഇറ്റ് ഓപ്പോസസ് ദ അപ്ലൈഡ് വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഓഫ് സ്പീഡ് കൺട്രോൾ ഇൻ DC മോട്ടോർ. നമ്മൾ DC മോട്ടറിൻ്റെ ഒരുപാട് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പീഡ് കൺട്രോൾ ഏതാണ്? 3 മെത്തേഡ്സാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചു. ഒന്ന് ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, രണ്ടാമത്തത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, മൂന്നാമത്തത് സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. അതിൽ ആ 3 എണ്ണത്തിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. 3 മെത്തേഡ്സ്, ആർമേച്ചർ കൺട്രോൾ മെത്തേഡ്, ഫീൽഡ് കൺട്രോൾ മെത്തേഡ്, സപ്ലൈ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ആ 3 മെത്തേഡിലും കൂടി ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്, ഫീൽഡ് കൺട്രോൾ
മെത്തേഡാണ്. കാരണം ആ ഫീൽഡ് കൺട്രോൾ മെത്തേഡിൽ നമുക്ക് എന്ത് കിട്ടും? റേറ്റഡ് സ്പീഡിനേക്കാളും കൂടുതലും കിട്ടും, റേറ്റഡ് സ്പീഡിനേക്കാളും കുറവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്പീഡ് കൺട്രോൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഫീൽഡ് സ്ട്രെങ്ത്, അതായത് ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്ലൈഡ് വോൾട്ടേജ് മെത്തേഡ് അല്ല, എഫക്റ്റീവ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ സീരീസ് അല്ല, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ് ആർമേച്ചർ കൺട്രോൾ മെത്തേഡും അല്ല, ഫീൽഡ് കൺട്രോൾ മെത്തേഡാണ് മെയിനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഡി സി മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഡി സി മോട്ടോർ വെൻ ദ ലോഡ് ഇൻക്രീസസ്, ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ഡി സി മോട്ടറിൽ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസസ്, സ്പീഡ് ഡിക്രീസസ്, ടോർക്ക് ഡിക്രീസസ്, സ്പീഡ് ആൻഡ് ടോർക്ക് ഇൻക്രീസസ്. ഓക്കെ, നമ്മൾ ക്യുമുലേറ്റീവ് നേരത്തെ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു. എന്താ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് എന്ന് വെച്ചാൽ ഐ എ ആണ്. ഐ എ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് എന്താവുന്നുണ്ട്? ഇത് റേറ്റഡ് ആയിരുന്നെങ്കിൽ ഇത് ഷണ്ട്, സീരീസ്, അതിൻ്റെ ഇടയിലാണ് ഇതുവരെ ക്യുമുലേറ്റീവ് വരിക. ഓക്കെ, ക്യുമുലേറ്റീവ് ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്താണ്? ഡിക്രീസ് ആണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഡിക്രീസ് ചെയ്യും? സ്പീഡ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അത് ബാക്കി ഏത് മോട്ടോർ എടുത്താലും എന്ത് തന്നെയായിരിക്കും? ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടർ വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ? ഇത് ഇൻക്രീസിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ മോട്ടർ ഒഴികെ വേറെ ഏത് മോട്ടർ എടുത്തു കഴിഞ്ഞാലും ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡ് എന്ത് ചെയ്യും? ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഷണ്ട് മോട്ടറിൽ ചെറിയ ഡിക്രീസ് ഉണ്ടാവും, 10% ഡിക്രീസ് ഉണ്ടാവുള്ളൂ. സീരീസ് മോട്ടറിൽ നല്ല രീതിയിൽ ഡിക്രീസ് ഉണ്ടാവും. അതിൻ്റെ ഇടക്കാണ് ആര് വരിക? ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് മോട്ടർ വരിക. ഓക്കെ, നെക്സ്റ്റ്. ദ സ്പീഡ് ഓഫ് എ 4-pole ഡി സി സീരീസ് മോട്ടോർ അറ്റ് നോ ലോഡ് വിൽ ബി. ഒരു 4-pole ഡി സി ജനറേറ്റർ സീരീസ് മോട്ടർ ഉണ്ട്, നോ ലോഡിൽ അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? എപ്പോഴും ശ്രദ്ധിക്കുക, ഡി സി സീരീസ് മോട്ടറിൽ നോ ലോഡിൽ എന്താ സംഭവിക്കാം? n പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലെക്സ് ആണല്ലോ. ഇ ബി ബൈ ഫ്ലെക്സ് ആണ്. ദസ് n ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ ഫ്ലെക്സ്. നോ ലോഡിൽ എന്ത് പറഞ്ഞു? ആർമേച്ചർ കറണ്ടും അതേപോലെ ഫീൽഡ് കറണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ആണെങ്കിൽ ഫ്ലക്സും എന്തായിരിക്കും? 0 ആയിരിക്കും. ഫ്ലക്സ് 0 ആണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റി. ഓക്കെ, അതിൽ 4-pole 6-pole അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. സീരീസ് മോട്ടർ ആണോ നോ ലോഡ് ആണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? ഇൻഫൈനറ്റ് ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് കൺഫ്യൂസ് ആക്കാൻ വേണ്ടി 4-pole എന്നൊക്കെ വാല്യൂ ഒക്കെ തരും. അപ്പോൾ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. സിംഗ്രണസ് മോട്ടറിൽ സ്പീഡിൻ്റെ ഒരു ഇക്വേഷൻ 120 f/p. എഫ് എന്തായാലും 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി. 120 × 50 ഡിവൈഡഡ് ബൈ പി, നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യും. സൈക്കോളജി ആണ് യൂസ് ചെയ്യും. 3 × 30 × 50 എത്രയാണ്? 1500 RPM. ഓപ്ഷനിൽ എന്തുണ്ട്? 1500 RPM ഉണ്ട്. നേരെ കൊണ്ട് എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യും. കാരണം നമുക്കൊരു സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ്. പക്ഷേ ഇത് സിംഗ്രണസ് മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ്. സിംഗ്രണസ് മോട്ടറിൻ്റെ സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ് 120 f/p എന്ന് പറയുന്നത്. അത് നമ്പർ ഓഫ് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ സീരീസ് മോട്ടർ ഡി സി മോട്ടേഴ്സിൻ്റെ ഇക്വേഷൻ ഇതല്ല. നമ്മുടെ ഇക്വേഷൻ ഇ ബി ബൈ ഫ്ലക്സ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഷണ്ട് മോട്ടർ. നമ്മൾ എല്ലാ മോട്ടറും പഠിച്ചു കഴിയുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയി പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ഇക്വേഷനിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. 4-pole എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഡി സി സീരീസ് മോട്ടർ ആണോ നോ ലോഡ് ആണെങ്കിൽ സ്പീഡ് എന്തായിരിക്കും? ഇൻഫിനിറ്റ് ആവുന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ 4-pole 6-pole എന്നുള്ളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. സീരീസ് മോട്ടർ അറ്റ് നോ ലോഡ് സ്പീഡ് ഈസ് ഇൻഫിനിറ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ എ Swinburne's method of testing of DC machine, the shunt machine is run as. Swinburne's മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്. Swinburne's മെത്തേഡ് എന്ന് വെച്ചാൽ തന്നെ ആലോചിക്കുക, ഒരു മെഷീനെ നമ്മൾ എന്തെടുക്കും? പ്രീ ഡിറ്റർമിൻ ചെയ്യാണ്. എഫിഷ്യൻസി നേരത്തെ ഡിറ്റർമിൻ ചെയ്യാണ്. ലോഡ് കൊടുക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ലോഡ് ഇല്ലാത്ത രീതിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട്, നോ ലോഡിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ പ്രീ ഡിറ്റർമിൻ ചെയ്യുക. എഫിഷ്യൻസി മോട്ടറായിട്ടും നമുക്ക് കണ്ടുപിടിക്കാം, ജനറേറ്ററായിട്ടും എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. എന്നിട്ട് ആ മെത്തേഡാണ് എന്ത്? Swinburne's മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ Swinburne's മെത്തേഡ് ചെയ്യുന്നത് എപ്പോഴും എന്തിലായിരിക്കും? ഷണ്ട് മെഷീനിലായിരിക്കും. ആ ഒരു പോയിന്റും കൂടി ആലോചിക്കുക. സീരീസ് നോ ലോഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ സീരീസ് മോട്ടറിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഷണ്ട് മെഷീനിലാണ് അത് ചെയ്യുക. ആ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പോൾ Swinburne's മെത്തേഡ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് DC മെഷീൻ, ദ ഷണ്ട് മെഷീൻ ഈസ് റൺ ആസ്. എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിട്ടാണ്? മെഷീനെ മോട്ടറായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. നോ ലോഡിലാണ് നമ്മൾ ചെയ്യുന്നത്.
മോട്ടർ നോ ലോഡിൽ കറക്കിയിട്ടുള്ള റീഡിംഗ് ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്തായിരിക്കും? മോട്ടർ അറ്റ് ഫുൾ ലോഡുള്ള എക്സ്പെരിമെൻ്റ് അല്ല, കാരണം ലോഡ് കൊടുക്കുന്നില്ല. ജനറേറ്റർ അറ്റ് ഫുൾ ലോഡ്, എന്തായാലും ഫുൾ ലോഡല്ല, ജനറേറ്ററും അല്ല. ജനറേറ്റർ അറ്റ് നോ ലോഡ് തന്നെയാണ്, പക്ഷേ മെഷീനെ ജനറേറ്റർ ആയിട്ടല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, എന്തായിട്ടാണ്? മോട്ടറോ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വീൻബേൺസ് മെത്തേഡ് എന്ന് പറഞ്ഞത് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. കോൺസ്റ്റൻറ്റ് ലോസ് ആദ്യം കണ്ടുപിടിക്കും, എന്നിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ ജനറേറ്റർ ആയിട്ട് വന്നാൽ എത്ര എഫിഷ്യൻസി കിട്ടും, മോട്ടറായിട്ട് വന്നാൽ എത്ര എഫിഷ്യൻസി കിട്ടും, എല്ലാ ലോഡിലും കണ്ടുപിടിക്കാം. പക്ഷേ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്? നോ ലോഡിലാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ആൻസർ എന്ന് പറയുന്നത് സ്വീൻബേൺസ് മെത്തേഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷണ്ട് മെഷീനെ മോട്ടറായിട്ട് റൺ ചെയ്യിപ്പിക്കും അറ്റ് നോ ലോഡ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 36. The voltage equation for a long shunt compound motor. Okay, long shunt compound motor. Long shunt compound motor എന്ന് വെച്ചാൽ എന്താ വരിക? ആർമേച്ചറിന് സീരീസ് ആയിട്ട് എന്ത് വരും? സീരീസ് വൈൻഡിങ് വരും, അതിന് പാരലായിട്ട് ഷണ്ട് ഫീൽഡ് വരും. ഇതാണ് സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, സപ്ലൈ വോൾട്ടേജ് വി. ഇവിടെ ഉണ്ടാകുന്ന EMF EB, റെസിസ്റ്റൻസ് RA, ഇത് RSE, ഇത് RSH. ഇതാണ് അപ്ലൈ വോൾട്ടേജ്. എന്താ വരിക? വി ഈസിക്കൽ നമ്മൾ കൊടുക്കുന്ന അപ്ലൈ വോൾട്ടേജ് എന്തായി മാറും? ബാക്ക് EMF ആവും EB പ്ലസ് ഇവിടെ ആർമേച്ചറിൽ എന്തുണ്ട്? ആർമേച്ചറിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട് IA/RA പ്ലസ് സീരീസ് ആയിട്ട് എന്തുണ്ട്? സീരീസ് വൈൻഡിങ് ഉണ്ട്, അതാണ് IA/RSE. ഓക്കെ, ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഫിഗർ വരയ്ക്കുക അറിയാൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ IA കോമൺ ആണ്, എന്ത് കിട്ടും? RA പ്ലസ് RSE എന്ന് വരും. ഓപ്ഷൻ ഏതായിരിക്കും? ബി. വി ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSE ആണെന്ത്? വോൾട്ടേജ് ഇക്വേഷൻ ഓഫ് എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് മോട്ടോർ. ഓക്കെ, അപ്പോൾ ഓരോ മോട്ടറും വരയ്ക്കാൻ പഠിക്കുക, ജസ്റ്റ് ഇക്വേഷൻ എഴുതാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു EB പ്ലസ് IA ഇൻറ്റു RA പ്ലസ് RSE. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 37. DC series motor are best suited for traction, pump, fan, none of this. എപ്പോഴും DC series motor traction motors, ട്രെയിൻ യൂസ് ചെയ്യുന്ന മോട്ടോഴ്സാണ് ട്രാക്ഷൻ മോട്ടോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, ട്രാക്ഷൻ മോട്ടറിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? DC series motor ആണെന്ന് ആൻസർ പറഞ്ഞു. ഇപ്പോൾ നേരെ റിവേഴ്സ് ആണ് ചോദിച്ചത്. DC series motors are best suited for ട്രാക്ഷൻ മോട്ടോഴ്സ് ആണ് DC series motor മെയിനായിട്ട് സൂട്ട് ചെയ്യുക, കാരണം സ്റ്റാർട്ടിങ് ടോർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് DC series motor യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ സ്റ്റാർട്ടർ യൂസ്ഡ് ഫോർ എ സീരീസ് മോട്ടർ. നോക്കേണ്ട കാര്യമില്ല, ഏതാണ്? 2 പോയിന്റ് സ്റ്റാർട്ടറാണ് DC സീരീസ് മോട്ടറിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ സ്പീഡ് ഓഫ് DC മോട്ടോർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ്. ഓപ്ഷൻ ഇറ്റ്സ് ഫ്ലക്സ്, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ്, അപ്ലൈഡ് വോൾട്ടേജ്, ഓൾ ഓഫ് ദിസ്. എന്താണ് ക്വസ്റ്റ്യൻ? N ഈസ് പ്രൊപ്പോർഷണൽ ടു, സ്പീഡാണ് ചോദിച്ചത്. N ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? EB ബൈ ഫ്ലക്സ്. ഓക്കെ, EBൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്താം? V മൈനസ് IA/RA ഡിവൈഡഡ് ബൈ ഫ്ലക്സ്. നോക്കാം, സ്പീഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? V അപ്ലൈഡ് വോൾട്ടേജിന് ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസ്, ഇവിടെ ആർമേച്ചറിലുള്ള റെസിസ്റ്റൻസിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ എന്ത് ചെയ്യും? ഫ്ലക്സിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആൻസർ എന്തായിരിക്കും? ഓൾ ഓഫ് ദീസ്. അപ്പോൾ DC മോട്ടറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആർമേച്ചർ സർക്യൂട്ട് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, അതേപോലെ ഫ്ലക്സ് അപ്ലൈഡ് വോൾട്ടേജിനെയും ഡിപ്പെൻഡ് ചെയ്യും. ആൻസർ എന്ന് പറഞ്ഞാൽ D, all of these. The difference between no load and full load speed of a DC shunt motor is of order of, അതായത് ഞാൻ പറഞ്ഞു DC ഷണ്ട് മോട്ടർ എന്ന് പറഞ്ഞത് നിയർലി കോൺസ്റ്റൻറ്റ് സ്പീഡ് മോട്ടറാണ്. അപ്പോൾ റേറ്റഡ് സ്പീഡിൻ്റെ ഏകദേശം നിയർ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ നോ ലോഡ് സ്പീഡും ഫുൾ ലോഡ് സ്പീഡും തമ്മിലുള്ള എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? നോർമലി നമ്മൾ പറയുക 10 to 15% എന്നാണ്. ഓപ്ഷനിൽ എത്രയാണ്? 10% ഉണ്ട്. ആൻസർ എന്തായിരിക്കും? 10% സ്പീഡ്. അതായത് നമ്മുടെ 1000 RPM ആണ് നമ്മുടെ നോ ലോഡ് സ്പീഡ് എങ്കിൽ, N0 എങ്കിൽ ഫുൾ ലോഡ് സ്പീഡ് എത്രയായിരിക്കും? ഇതിൻ്റെ 10%. അതായത് 10 RPM കുറയുള്ളൂ, 990 RPM ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഇതിൻ്റെ ഫുൾ ലോഡ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 10% സ്പീഡായിരിക്കും എന്താണ് റിഡക്ഷൻ അവിടെ ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ്, the current flowing through armature conductor of a DC motor is unidirectional, alternating, DC, pulsating. നമ്മൾ ജനറേറ്ററിൽ പറഞ്ഞിട്ടുണ്ട് എന്താ? ഒരു ജനറേറ്ററിൻ്റെ കേസിൽ ആർമേച്ചറിൽ ഉണ്ടാവുന്ന EMF എന്തായിരിക്കും? എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് EMF ആണ്. അതിനെ കമ്മ്യൂട്ടേറ്ററും ബ്രഷും വെച്ചിട്ടാണ് എന്താക്കുന്നത്? ഇതാക്കുന്നത് എന്താ?
ഡി സി ആക്കുന്നത്. അതേപോലെ തന്നെയാണ് എന്തിൽ വരിക, ഡി സി മോട്ടറിലും വരിക. ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇതെന്തായിരിക്കും, എപ്പോഴും ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ആയിരിക്കും. അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ആർമേച്ചർ കണ്ടക്ടർ ഓഫ് എ ഡി സി മോട്ടർ ഈസ് ഓൾവേസ് ആൾട്ടർനേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് 42nd ക്വസ്റ്റ്യൻ. ദ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റഡ് ഓൺ ദ നെയിം പ്ലേറ്റ് ഓഫ് എനി മോട്ടോർ. ഒരു മോട്ടറിൻ്റെ നെയിം പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഔട്ട്പുട്ട് ഉണ്ട്, ഇത്ര എച്ച് പി ആണെന്നൊക്കെ ഉണ്ടാവും. ആ എച്ച് പി ഏത് പവറിനെയാണ് കാണിക്കുന്നത്? ഗ്രോസ് പവർ, പവർ ഡ്രോൺ ഇൻ കെ വി എ, പവർ ഡ്രോൺ ഇൻ കെ ഡബ്ല്യു, ഔട്ട്പുട്ട് പവർ ഓഫ് ദ ഷാഫ്റ്റ്. എപ്പോഴും ഷാഫ്റ്റ് പവറാണ് മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ കാണിക്കുക. ഇത്ര എച്ച് പി എന്നുള്ളത് ഷാഫ്റ്റ് പവറാണ്. അതായത് മോട്ടറിൻ്റെ ആർമേച്ചർ പവറോ ഗ്രോസ് പവറോ ഒന്നുമല്ല, ഷാഫ്റ്റിൽ ഉണ്ടാകുന്ന പവറിനെയാണ് എപ്പോഴും ഇതിൽ കാണിക്കുക, നെയിം പ്ലേറ്റിൽ കാണിക്കുക. ഇത്ര എച്ച് പി ആന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഷാഫ്റ്റിൽ വരുന്ന പവറാണ് എന്ത്, മോട്ടറിൻ്റെ നെയിം പ്ലേറ്റിൽ എപ്പോഴും കാണിച്ചിരിക്കുക. ഓക്കെ. The direction of rotation of a DC shunt motor can be reversed by interchanging. ഒരു ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിൽ കറങ്ങുന്നത് എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ്, ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഡയറക്ഷൻ റൊട്ടേഷൻ റിവേഴ്സ് ചെയ്യാം? രണ്ട് രീതിയിലാണ് റിവേഴ്സ് ചെയ്യുക. ഒന്നുകിൽ ഫീൽഡ് വൈൻഡിങ് എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, ഫീൽഡ് ടെർമിനൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ അതിനകത്തുണ്ടെന്ന എയ്തർ ഫീൽഡ് ഓർ ആർമേച്ചർ ടെർമിനൽ. ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ഷണ്ട് മോട്ടർ ആയിക്കോട്ടെ സീരീസ് മോട്ടർ ആയിക്കോട്ടെ, എന്താണ്, ആർമേച്ചർ ടെർമിനലോ ഫീൽഡ് ടെർമിനൽ ഏതെങ്കിലും ഒരെണ്ണം റിവേഴ്സ് ചെയ്താലേ എന്താവുള്ളൂ, നമ്മുടെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷന് റിവേഴ്സ് ആവുള്ളൂ. രണ്ടും റിവേഴ്സ് ചെയ്ത് സംഭവിക്കും, പഴയ പൊസിഷനിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പോൾ എപ്പോഴും ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഫീൽഡ് ടെർമിനൽ റിവേഴ്സ് ചെയ്യാം, അല്ലെങ്കിൽ ആർമേച്ചർ ടെർമിനൽ റിവേഴ്സ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് 44th ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് ഫീൽഡ് റെഗുലേറ്റർ ഓഫ് എ ഡി സി ഷണ്ട് മോട്ടർ ഈസ് ദ ഓർഡർ ഓഫ്. ഓക്കെ, 1 ohm, 100 ohm, 10 ohm, 2 ohm. നമ്മൾ തിയറി പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് എപ്പോഴും ഏത് റേഞ്ചിലായിരിക്കും, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എപ്പോഴും മീഡിയം റേഞ്ചിലായിരിക്കും. അതായത് 100 മുതൽ ഏകദേശം ഒരു 500 റേഞ്ചൊക്കെ ആർമേച്ചർ ഫീൽഡ് റെസിസ്റ്റൻസ് വരാറുണ്ട്. അപ്പോൾ ഫീൽഡ് റെസിസ്റ്റൻസ് മീഡിയം റെസിസ്റ്റൻസ് റേഞ്ചിലും ആർമേച്ചർ റെസിസ്റ്റൻസ് ലോ റെസിസ്റ്റൻസ് റേഞ്ചിലുമാണ്. അപ്പോൾ ഇതിലത് ചോദിച്ചിരിക്കുന്നത് ഫീൽഡ് റെഗുലേറ്ററിൻ്റെ റെസിസ്റ്റൻസ്, അതായത് ഫീൽഡ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 1 100, 10, 2 എപ്പോഴും മീഡിയം റേഞ്ചിൽ വരുന്നത് ഇതാണ് 100 ohm റെസിസ്റ്റൻസ്. ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ആൻസർ തരും 1 ohm റേഞ്ചിലുള്ളത് ഇതാണ് ആർമേച്ചർ റെസിസ്റ്റൻസും. ഫീൽഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 to 500 ohm റെസിസ്റ്റൻസ് ആയിരിക്കും എന്തിൽ വരുന്നത്, ഫീൽഡ് റെസിസ്റ്റൻസിൽ വരാം. ഓപ്ഷൻ ബി ആണ് എന്ത് റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 45th ക്വസ്റ്റ്യൻ. സ്വിൻബേൺ ടെസ്റ്റേഴ്സ് എ ഡാഷ് മെത്തേഡ് ടു ഫൈൻഡ് എഫിഷ്യൻസി. ഡയറക്റ്റ് മെത്തേഡ്, ഇൻഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, നൺ ഓഫ് ദിസ്. ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലോഡ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഡയറക്റ്റ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലോഡ് ടെസ്റ്റ് എന്ന വേറൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു, ഡയറക്റ്റ് ടെസ്റ്റ് എന്നുള്ള പേരും കൂടി പറഞ്ഞിരുന്നു. ബ്രേക്ക് ടെസ്റ്റ്, ലോഡ് ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഡയറക്റ്റ് മെത്തേഡാണ്. അത് ലോഡ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ സ്വൈൻബേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോഡ് കൊടുക്കാതെ തന്നെ ഏത് ലോഡിലുള്ള എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്ന് വെച്ചാൽ അതെന്താണ്, ഇൻഡയറക്റ്റ് മെത്തേഡാണ് എന്ത് സ്വൈൻബേൺ ടെസ്റ്റ് എന്ന് പറയുന്നത്, എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇപ്പോൾ സ്വൈൻബേൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക എന്താണ്, നോ ലോഡ് ടെസ്റ്റാണ്. ഓക്കെ, ലോഡ് ടെസ്റ്റ് മാത്രമേ എന്ത് വരുള്ളൂ, ഡയറക്റ്റ് ടെസ്റ്റിങ്ങിൽ വരുള്ളൂ. ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ് ടെസ്റ്റാണ്. അപ്പോൾ സ്വൈൻബേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോ ലോഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇൻഡയറക്റ്റ് ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. ഇഫ് ദ ബാക്ക് ഇ എം എഫ് ഈസ് ആബ്സെൻറ്റ് ഇൻ എ ഡി സി മോട്ടർ. ഒരു ഡി സി മോട്ടറിൽ ബാക്ക് ഇ എം എഫ് ആബ്സെൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, മോട്ടർ വിൽ ബേൺ, മോട്ടർ വിൽ റൺ ആസ് യൂഷ്വൽ, മോട്ടർ വിൽ റൺ അറ്റ് എ ലോ സ്പീഡ്, നൺ ഓഫ് ദിസ്. ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താ, ആർമേച്ചർ കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഐ എ is equal to V minus EB by RA. ബാക്ക് ഇ എം എഫ് ഇല്ലെങ്കിൽ എന്ത് കിട്ടും, V by RA മാത്രമായിരിക്കും. V എന്ന് പറയുന്നത് 200 വോൾട്ട് ആ റേഞ്ചിൽ വരും. RA എന്ന് പറഞ്ഞാൽ 1 ohm ആണ്. ഐ എത്ര വരും, 200 ആംപിയർ വരും. റേറ്റഡ് കറണ്ടിനേക്കാളും 10 ഇരട്ടിയൊക്കെ കൂടും. മെഷീൻ എന്തായി പോകും, കത്തിപ്പോവും, ആർമേച്ചർ വൈൻഡിങ് കത്തിപ്പോവും. അപ്പോൾ ബാക്ക് ഇ എം എഫ് ഇല്ലെങ്കിൽ ദ മോട്ടോർ വിൽ ബേൺ. ഓക്കെ, ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണിത്. നെക്സ്റ്റ് 47th ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എ സീരീസ് മോട്ടർ. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് സീരീസ് മോട്ടറെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ടുള്ള? ഫസ്റ്റ് വൺ, ഇറ്റ് ക്യാൻ ഈസിലി റൺ വിത്തൗട്ട് ലോഡ്. ഒരിക്കലും സീരീസ് മോട്ടർ എന്തില്ല, ലോഡില്ലാണ്ട് കറങ്ങാൻ പറ്റില്ല. കാരണം സ്പീഡ് എന്തായിരിക്കും, ഇൻഫിനിറ്റി ആവും. ഇറ്റ് ഹാസ് പുവർ ടോർക്ക്. ഏറ്റവും ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള മെഷീനാണ് സീരീസ് മോട്ടർ. ഇറ്റ്സ് ഫീൽഡ് ഹാസ് തിക്കർ വയർ ആൻഡ് ലെസ് ടേൺസ്. ഇറ്റ്സ് ഫീൽഡ് ഹാസ് തിക്കർ വയർ ആൻഡ് ലെസ് ടേൺസ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീരീസ് മോട്ടറാന്ന് പറയുന്നുണ്ട് അല്ലേ. സീരീസ് മോട്ടറിൽ ആർമേച്ചറും വൈൻഡിങ്ങും സീരീസ് വൈൻഡിങ് എന്തായിരിക്കും, സീരീസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സീരീസ് വൈൻഡിങ്ങിൽ കൂടെ
ആർമേച്ചർ കറണ്ട് വേണം എന്ത് ചെയ്യാൻ, ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഹൈ കറണ്ട് വേണം ഫ്ലോ ചെയ്യാൻ. ഹൈ കറണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ തിക്നെസ് എന്തായിരിക്കണം, സീരീസ് വൈൻഡിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. അപ്പോൾ ആ പോയിന്റ് എന്താണ്, ഇറ്റ്സ് ഫീൽഡ് ഹാസ് തിക്കർ വയർ ആൻഡ് ലെസ് ടേൺസ്. കാരണം കൂടുതൽ കറണ്ട് വേണം എന്തിനു ഫ്ലോ ചെയ്യാൻ, സീരീസ് വൈൻഡിങ്ങിലൂടെ ഫ്ലോ ചെയ്യാൻ. കാരണം ആർമേച്ചർ കറണ്ട് തന്നെയാണ് എന്തിലും പോകുന്നത്, സീരീസ് വൈൻഡിങ്ങിലൂടെ പോകുന്നുള്ളത്. അപ്പോൾ സീരീസ് വൈൻഡിങ്ങിൻ്റെ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ തിക്നെസ് എന്തായിരിക്കും, കൂടുതലായിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കണം, കുറവായിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ അതിൻ്റെ ഇൻഡക്റ്റൻസ് കൂടും, ഇൻഡക്റ്റൻസ് കൂടിയാൽ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും, കറണ്ട് കുറയും. അപ്പോൾ കൂടുതൽ കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ തിക്കർ വയറും വേണം, ലെസ് നമ്പർ ഓഫ് ടേൺസും വേണം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദ ടോർക്ക് ഓഫ് ഡി സി മോട്ടോർ ഡിപ്പെൻഡ്സ് അപ്പോൺ. ടോർക്ക് ഓഫ് ഡി സി മോട്ടോർ എന്താണ്, ഇക്വേഷൻ നമുക്കറിയാം. ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ഐ എ. ഫ്ലക്സ് ഇൻറ്റു ഐ എന്ന് വെച്ചാൽ ആർമേച്ചർ കറണ്ട്. നോക്കാം, ദ ഫ്ലക്സ് ടോർക്ക് ഓഫ് ഡി സി മോട്ടോർ ഡിപ്പെൻഡ് ഫ്ലക്സ്, ആൻസർ കറക്റ്റാണ്. ആർമേച്ചർ കറണ്ട് അതും കറക്റ്റാണ്. നമ്പർ ഓഫ് പാരലൽ പാത്ത് അത് ഓക്കെ, റോങ്. ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറണ്ട്, അതായത് ഫ്ലക്സും ഉണ്ട് ആർമേച്ചർ കറണ്ടും ഉണ്ട്. അപ്പോൾ എപ്പോഴും ടോർക്ക് എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്ത് വരും, ഫ്ലക്സ് ആൻഡ് ആർമേച്ചർ കറണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ടിക്ക് ചെയ്യുക. ആദ്യം തന്നെ പോയി ഇത് ഫ്ലക്സും ആർമേച്ചർ കറണ്ടും ഒക്കെ ആൻസർ കറക്റ്റ് ആയതുകൊണ്ട് ടിക്ക് ചെയ്യാൻ തോന്നും, പക്ഷേ രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആർമേച്ചർ ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫ്ലക്സും ഉണ്ട് ആർമേച്ചർ കറണ്ടും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദ സ്വൈൻബേൺ ടെസ്റ്റ് ഈസ് പെർഫോം ടു ഡിറ്റർമിൻ. സ്വൈൻബേൺ ടെസ്റ്റിൽ നമുക്ക് എന്താണ് കിട്ടുക, എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കുന്നത്. ആ എഫിഷ്യൻസിയിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, കോൺസ്റ്റൻറ്റ് ലോസ്. ഇന്നലെയും കൂടി പറഞ്ഞു, സ്വൈൻബേൺ ടെസ്റ്റിൽ നമ്മൾ ഇൻഡയറക്റ്റ് ടെസ്റ്റാണ്, നോ ലോഡ് ടെസ്റ്റാണ്, കോൺസ്റ്റൻറ്റ് ലോസ് ആണ് കണ്ടുപിടിക്കുന്നത്. ആ കോൺസ്റ്റൻറ്റ് ലോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോ ലോഡിലും കോൺസ്റ്റൻറ്റ് ലോസ് സെയിം ആണ്. അപ്പോൾ ഓരോ ലോഡിലുള്ള കോപ്പർ ലോസ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും, അത് കോൺസ്റ്റൻറ്റ് ലോസിൽ ആഡ് ചെയ്യും, അത് ഔട്ട്പുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻപുട്ട് ആക്കും. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് എന്ത്, എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ബേസിക്കലി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കോൺസ്റ്റൻറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്വൈൻബേൺ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മോട്ടറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക, ആദ്യം കോൺസ്റ്റൻറ്റ് ലോസ് കണ്ടുപിടിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അപ്പോൾ സ്വൈൻബേൺ ടെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടിട്ടാണ്, കോൺസ്റ്റൻറ്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് 50th ക്വസ്റ്റ്യൻ, ഫീൽഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ്. ഓക്കെ, ഫീൽഡ് ടെസ്റ്റിൻ്റെ നോട്ട്സ് നോക്കാം. സീരീസ് മെഷീനിലാണ്, ഡി സി സീരീസ് മോട്ടറിലാണ് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഫീൽഡ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് ഡി സി സീരീസ് മോട്ടോർ. ഇനി അതേപോലെ സ്വൈൻബേൺ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ എഫിഷ്യൻസി ഓഫ് ഏതായിരിക്കും, ഷണ്ട് മെഷീനാണ്. കാരണം സീരീസ് മോട്ടർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഷണ്ടിലും ചെയ്യാം കോമ്പൗണ്ടിലും ചെയ്യാം, പക്ഷേ സീരീസ് മോട്ടറിൽ സ്വൈൻബേൺ ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, നോ ലോഡ് ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ. പക്ഷേ ഫീൽഡ് ടെസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് എന്തിലാണ്, ഡി സി സീരീസ് മെഷീൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ വരിക. ഇതെല്ലാം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, നോക്കാം. ലെക്ചർ ഇൻ പോളി 2010 ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, ദ ടോർക്ക് ഓഫ് എ ഡി സി മോട്ടോർ ആൻഡ് ഇറ്റ് സ്പീഡ് ഈസ് റിലേറ്റഡ് ബൈ. അതായത് ടോർക്കും സ്പീഡും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ടോർക്കും സ്പീഡും തമ്മിലുള്ള റിലേഷൻ. ഒരു കാര്യം ആലോചിക്കുക, എൻ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. എപ്പോഴും എൻ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. എൻ ടി കോൺസ്റ്റൻറ്റിൻ്റെ അർത്ഥം സ്പീഡ് കൂടുമ്പോൾ ദാറ്റ് ഈസ് എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക്. എൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടോർക്ക് എന്ന് വെച്ചാൽ സ്പീഡ് കൂടുമ്പോൾ ടോർക്ക് എന്ത് ചെയ്യും, കുറയും, അല്ലെങ്കിൽ സ്പീഡ് കുറയുമ്പോൾ ടോർക്ക് കൂടും. എൻ ടി ഈസ് എ കോൺസ്റ്റൻ്റ് എന്നുള്ള റിലേഷൻ എപ്പോഴും ആലോചിക്കാം. സ്പീഡും ടോർക്കും തമ്മിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ത് കിട്ടും, ആസ് സ്പീഡ് ഇൻക്രീസസ്, ഒന്ന് കൂടുമ്പോൾ മറ്റത് എന്ത് ചെയ്യും, കുറയും. ദാറ്റ് ഈസ് ആസ് സ്പീഡ് ഇൻക്രീസസ് ടോർക്ക് ഈസ് റെഡ്യൂസ്ഡ്. ഓക്കെ, സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോർക്ക് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അതിൻ്റെ ഒരു ഇതായിട്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക, എൻ ടി ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഡി സി മോട്ടർ ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ലെയ്ത്ത്. ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന ഡി സി മോട്ടർ ഏതാണ്? ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓപ്പറേഷൻ വേണ്ടിയ ഒരു ഡ്രൈവാണ് എന്തെന്ന് പറയുന്നത്, ലെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡുള്ള മോട്ടർ ഏതാ, ഡി സി ഷണ്ട് മോട്ടോർ. ഷണ്ട് മോട്ടറാണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, ലെയ്ത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഓരോ മോട്ടറിൻ്റെയും ആപ്ലിക്കേഷൻ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഡി സി ഷണ്ട് മോട്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്ത്, ലെയ്ത്ത് എന്ന് പറയുന്നത്. സീരീസ് മോട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷനാണ് ട്രാക്ഷൻ മോട്ടർ, അതേപോലെ ഷണ്ട് മോട്ടറിൻ്റെ ആപ്ലിക്കേഷനാണ് ലെയ്ത്ത്. ഓക്കെ, അപ്പോൾ ലെയ്ത്തിൽ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഷണ്ട് മോട്ടോർ. നെക്സ്റ്റ് 53rd, എ 3-point സ്റ്റാർട്ടർ ഈസ് കൺസിഡേർഡ് സ്യൂട്ടബിൾ ഫോർ ഡാഷ് മോട്ടർ. 3-point സ്റ്റാർട്ടർ എന്തുകൊണ്ട് യൂസ് ചെയ്യാം, ഷണ്ടിൽ യൂസ് ചെയ്യാം, കോമ്പൗണ്ടിൽ യൂസ് ചെയ്യാം. 2 point സീരീസ് മാത്രമേ ഉള്ളൂ,
3 പോയിൻറ്റും 4 പോയിൻറ്റും എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഷണ്ടിലും യൂസ് ചെയ്യാം, കോമ്പൗണ്ടിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് 54th ക്വസ്റ്റ്യൻ. The braking of a DC motor is obtained if the polarity of the supply voltage to the armature is reversed when the motor is running is called. നമ്മൾ 3 മെത്തേഡ്സ് ഓഫ് ബ്രേക്കിംഗ് പഠിച്ചിട്ടുണ്ട്. പ്ലഗിങ്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഡൈനാമിക് ബ്രേക്കിംഗ്. അതിൽ ഏത് മെത്തേഡിലാണ് സപ്ലൈ വോൾട്ടേജ് ആർമേച്ചറിലേക്കുള്ള സപ്ലൈ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഏതാണ്? അത് ഏത് മെത്തേഡിലാണ്? പ്ലഗിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആർമേച്ചർ കറണ്ട് റിവേഴ്സ് ചെയ്തിട്ട് ബ്രേക്കിംഗ് ടോർക്ക് കൊടുക്കുന്നത് ഏത് മെത്തേഡിലാണ്? പ്ലഗിങ്ങിലാണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് വെച്ചാൽ എന്താ? നമ്മൾ വെയിറ്റ് കാരണം, അതായത് ഹൈറ്റിലുള്ള പൊട്ടൻഷ്യൽ എനർജീനെ ഇത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? മോട്ടറിനെ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. അതായത് സ്പീഡ് എന്ത് ചെയ്യും? റേറ്റഡ് സ്പീഡിനേക്കാളും കൂടുന്ന സമയത്ത് അത് ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറണ്ട് കൊടുക്കും. അതാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഡൈനാമിക് ബ്രേക്കിംഗ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റിക് ബ്രേക്കിംഗ് വെച്ചാൽ എന്താ? ആർമേച്ചറിനെ സപ്ലൈയിൽ നിന്ന് കട്ട് ചെയ്യും, എന്നിട്ട് അഡീഷണൽ റെസിസ്റ്റൻസ് ആഡ് ചെയ്തിട്ട് ബ്രേക്കിംഗ് കൊടുക്കുന്ന മെത്തേഡാണ് ഡൈനാമിക് ബ്രേക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലഗിങ്ങിൽ ചെയ്യുന്നത് ആർമേച്ചറിലേക്കുള്ള വോൾട്ടേജിന് എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. റിവേഴ്സ് ചെയ്യുമ്പോൾ ടോർക്ക് എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബ്രേക്കിംഗ് ടോർക്ക് കൊടുക്കും. അപ്പോൾ ആൻസർ എന്ന് പറഞ്ഞതാണ് പ്ലഗിങ് ആണ് എന്ത് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 55th ക്വസ്റ്റ്യൻ. വാട്ട് റേഞ്ച് ഓഫ് സ്പീഡ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ വാർഡ്-ലിയോണാർഡ് സിസ്റ്റം ഓഫ് സ്പീഡ് കൺട്രോൾ മെത്തേഡ് ഇൻ DC ഷണ്ട് മോട്ടോർ? വാർഡ്-ലിയോണാർഡ് സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 0 മുതൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ, അത് റേറ്റഡ് സ്പീഡിൻ്റെ ഡബിൾ വരെ നമുക്ക് എന്ത് കിട്ടും? വാർഡ്-ലിയോണാർഡ് സിസ്റ്റത്തിൽ കിട്ടും. ഓപ്ഷൻ നോക്കാം. എബോവ് നോർമൽ സ്പീഡ് ഓൺലി, റേറ്റഡ് സ്പീഡിനേക്കാളും മുകളിൽ മാത്രമേ ഉള്ളൂ, അല്ല തെറ്റാണ്, താഴെയും കിട്ടും. ബിലോ നോർമൽ സ്പീഡ് അല്ല, എന്താണ്? നോർമൽ കോൺസ്റ്റൻറ്റ് സ്പീഡും അല്ല, ഇതായിരിക്കും 0 മുതൽ എനി വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോർമൽ സ്പീഡിൻ്റെ ഡബിൾ വരെ, 0 മുതൽ ഡബിൾ വരെ സ്പീഡ് കൺട്രോൾ ഇതിൽ കിട്ടും, വാർഡ്-ലിയോണാർഡ് സിസ്റ്റത്തിൽ കിട്ടും. വൈഡ് റേഞ്ച് ഓഫ് സ്പീഡ് കൺട്രോളുള്ള മെത്തേഡാണ് എന്ത്? വാർഡ്-ലിയോണാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് 56th ക്വസ്റ്റ്യൻ. ടു ബിൽഡ് എ റെസിഡ്വൽ മാഗ്നറ്റിസം in a DC machine field, replace the pole core, replace the field winding, replace armature, apply DC voltage in the field winding. അതായത് ഒരു ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, അതിലേക്ക് ഫീൽഡ് വൈൻഡിങ് നമ്മൾ കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി എന്തുണ്ട്? ഒരു റെസിഡ്വൽ മാഗ്നറ്റിസം ഉണ്ടാവും. ഓക്കെ, ആ റെസിഡ്വൽ മാഗ്നറ്റിസത്തിനെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്ത് ചെയ്യുന്നത്? എക്സൈറ്റേഷൻ കൊടുക്കുക. എക്സൈറ്റേഷൻ കൊടുക്കാൻ എന്ത് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിലേക്ക് എന്ത് കൊടുക്കുക? ഒരു DC സപ്ലൈ കൊടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സൈറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിഡ്വൽ DC മെഷീൻ ഫീൽഡിലെ റെസിഡ്വൽ മാഗ്നറ്റിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അപ്ലൈ DC വോൾട്ടേജ് ടു ദ ഫീൽഡ് വൈൻഡിങ്, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? എക്സൈറ്റേഷൻ കൊടുക്കുക. എക്സൈറ്റേഷൻ. ഓക്കെ, ഇതാണ് എന്ത് ചെയ്യുന്നത്? DC മെഷീനിൽ റെസിഡ്വൽ മാഗ്നറ്റിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് അപ്ലൈ DC വോൾട്ടേജ്. ഓക്കെ, നെക്സ്റ്റ് 56th ക്വസ്റ്റ്യൻ. വാർഡ്-ലിയോണാർഡ് സിസ്റ്റം ഈസ് എ ഡാഷ് കൺട്രോൾ മെത്തേഡ്. എന്നിട്ട് പറഞ്ഞു 3 മെത്തേഡാണുള്ളത്. ഫ്ലക്സ് കൺട്രോൾ മെത്തേഡ്, ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ്, വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ആ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡിലുള്ള ഒരു ഇതാണ് എന്ത്? വാർഡ്-ലിയോണാർഡ് സിസ്റ്റം. ഏതാണ് മെത്തേഡാ? ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡാണ് എന്തിൽ വരുന്നത്? വാർഡ്-ലിയോണാർഡ് സിസ്റ്റം വരുന്നത്. ഒരു ജനറേറ്ററിൻ്റെ സപ്ലൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? മോട്ടറിലേക്ക് സപ്ലൈ കൊടുക്കുക. ഓക്കെ, ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മോട്ടറിലേക്ക് കൊടുക്കുക. ജനറേറ്ററിൻ്റെ സ്പീഡ് വേരി ചെയ്യുന്ന എങ്ങനെയാണ്? ഔട്ട്പുട്ട് വേരി ചെയ്യുന്ന എങ്ങനെയാണ്? ജനറേറ്ററിൻ്റെ ഫീൽഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുക, ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. ആ വോൾട്ടേജാണ് നമ്മൾ ഏത് മോട്ടറാണോ കൺട്രോൾ ചെയ്യേണ്ടത് ആ മോട്ടറിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? വാർഡ്-ലിയോണാർഡ് സിസ്റ്റത്തിൽ സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് 58th ക്വസ്റ്റ്യൻ. ദ ഇലക്ട്രിക്കൽ കാര ഓഫ് എ DC മോട്ടോർ. ഏതാണ് ഇലക്ട്രിക്കൽ കാര? സ്പീഡ് വേഴ്സസ് ടോർക്ക്, അത് മെക്കാനിക്കൽ കാരയാണ്. ഓക്കെ, EB വേഴ്സസ് IA അങ്ങനത്തെ ഒരു കാര DC മോട്ടറിലില്ല. സ്പീഡ് വേഴ്സസ് IA അതുമില്ല. എന്താണ്? ടോർക്ക് വേഴ്സസ് IA. ടോർക്ക് വേഴ്സസ് IAനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രിക്കൽ കാര. ഓക്കെ, നെക്സ്റ്റ് അനദർ നെയിം ഓഫ് സ്വൈൻബേൺ ടെസ്റ്റ്. സ്വൈൻബേൺ ടെസ്റ്റ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്, അത് ഹോപ്കിൻസൺ ടെസ്റ്റ് ആണ്. നെക്സ്റ്റ് ഹോപ്കിൻസൺ ടെസ്റ്റ് അല്ല, ലോഡ് ടെസ്റ്റും അല്ല. എന്താണ് സ്വൈൻബേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞത്? എന്താണ്? നോ ലോഡ് ടെസ്റ്റ് ആണ്. നോ ലോഡിലാണ് എന്ത് ചെയ്യുന്നത്? സ്വൈൻബേൺ ടെസ്റ്റ് ചെയ്യുന്നത്. അതും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. AE PWD ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി ലെവലിൽ. നെക്സ്റ്റ് 60th ക്വസ്റ്റ്യൻ. ഇൻ എ DC മോട്ടോർ ദ യൂണി ഡയറക്ഷണൽ ടോർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. നമുക്ക്
ഡി സി മോട്ടർ ആയത് എന്തെങ്കിലും ഒരേ ഡയറക്ഷനിൽ വേണം, ടോർക്ക് ഉണ്ട് യൂണിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അത് കൊടുക്കുന്ന ആരാണ്? നമ്മൾ ജനറേറ്ററിൻ്റെ കേസിൽ യൂണിറ്റ് ഡയറക്ഷണൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് ആക്കുന്നതാണ് ബ്രഷസ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെയും യൂണിറ്റ് ഡയറക്ഷണൽ ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രഷസ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ബോത്ത് എ ആൻഡ് ബി ആണ് ഉപയോഗിച്ചിട്ടാണ് യൂണിറ്റ് ഡയറക്ഷണൽ ടോർക്ക് കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 61st ക്വസ്റ്റ്യൻ. The counter EMF of a DC motor, that's back EMF, often exceeds the applied supply voltage. Supply voltage-നേക്കാളും കൂടാം. Aids the applied voltage. Applied voltage-ൻ്റെ അതേ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. Regulates its armature voltage. Helps in energy conversion. നേരത്തെ പറഞ്ഞു ബാക്ക് ഇ എം എഫിൽ ബാക്ക് ഇ എം എഫ് ആണ് എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി, ആ എനർജി കൺവേർഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത് 3 ഇതുണ്ടാവും. ഒന്ന്, നമ്മുടെ എനർജി കൺവേർഷന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തേത് റെഗുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ആർമേച്ചർ കറണ്ടിൻ്റെയോ ലോഡിൻ്റെയോ റെഗുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് അത് ബാക്ക് ഇ എം എഫ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി കൺവേർഷൻ, ബാക്ക് ഇ എം എഫ് ആണ് ശരിക്കും എനർജി കൺവേർഷൻ, ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ആ ഇതിൽ ഇൻവോൾവ് ആകുന്ന ആരാണ്? ബാക്ക് ഇ എം എഫ് ആണ്. അപ്പോൾ ബാക്ക് ഇ എം എഫ് ഡി സി ജനറേറ്റർ ഹെൽപ്സ് ഇൻ എനർജി കൺവേർഷൻ. നെക്സ്റ്റ് 62nd ക്വസ്റ്റ്യൻ. ദ ആർമേച്ചർ ടോർക്ക് ഓഫ് എ ഡി സി മോട്ടോർ. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? എന്താണ്? ടി പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻ ടു ഐ എ. ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആർമേച്ചർ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓപ്ഷൻ എയും ബിയും എന്താണ്? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ആർമേച്ചർ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫൈ ഇൻ ടു ഐ എ. ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യും, ആർമേച്ചർ കറണ്ടിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ലോഡ് ഓൺ ഡി സി ഷണ്ട് മോട്ടോർ ഈസ് ഇൻക്രീസ്ഡ്, ഇറ്റ്സ് സ്പീഡ് ഈസ് ഡിക്രീസ്ഡ് ഡ്യൂ പ്രൈമർലി ഡ്യൂ ടു. ഓക്കെ, അത് ഡി സി ഷണ്ട് മോട്ടറാണ്. ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇ ബി ബൈ ഫ്ലക്സ് ആണ് അല്ലേ? ഷണ്ട് മോട്ടർ ആയതുകൊണ്ട് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യില്ല. എന്താണ്? ഇ ബി എൻ പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ഇ ബി വരും. ഓക്കെ, അപ്പോൾ ഡി സി എൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്പീഡ് കുറയാനുള്ള കാരണം എന്തായിരിക്കും? ഇ ബിയിൽ എന്ത് ചെയ്യും? കുറയും. കാരണം ഇ ബി ഇസ് ഈക്വൽ ടു എന്താ? വി മൈനസ് ഐ എ അറിയാണ്. ലോഡ് കൂടുമ്പോൾ ഐ എ കൂടും. ഓക്കെ, ഐ എ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇ ബി കുറയും. ഇ ബി കുറയുന്നതുകൊണ്ടാണ് എന്ത് കുറയുന്നത്? സ്പീഡ് കുറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ ഫ്ലക്സ് എന്തായാലും അല്ല. ഇൻക്രീസ് ഇൻ ആർമേച്ചർ കറണ്ട്, ഇൻഡയറക്ട്ലി ആർമേച്ചർ കറണ്ട് കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഇത് കുറയുന്നതെന്ന് പറയാം. പക്ഷേ ആക്ച്വലി ബാക്ക് ഇ എം എഫ് കുറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡ് കുറയുന്നത്. ഇൻക്രീസ് ഇൻ ബ്രഷ് ഡ്രോപ്പും അല്ല. എന്താണ്? ഡിക്രീസ് ഇൻ ബാക്ക് ഇ എം എഫ്. കാരണം എൻ പ്രൊപ്പോർഷണൽ ടു ഇ ബി ബൈ ഫ്ലക്സ് ആണ്. ഇ ബി എന്ന് പറഞ്ഞത് വി മൈനസ് ഐ എ ആർ എ. ലോഡ് കൂടുമ്പോൾ ആർമേച്ചർ കറണ്ട് കൂടുന്നു. ആർമേച്ചർ കറണ്ട് കൂടുമ്പോൾ ഇ ബി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഇ ബി റെഡ്യൂസ് ചെയ്യുമ്പോൾ സ്പീഡും എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡി സി ഷണ്ട് മോട്ടറിൽ ചെയ്യുന്നത്. ഇപ്പോൾ മൊത്തം നമ്മൾ 63 ക്വസ്റ്റ്യൻസ് ആണ് ഡി സി മോട്ടറിൻ്റെ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എക്സാം ഒക്കെ വരുമ്പോൾ അതും അയച്ചു തരാം. അല്ലാണ്ടുള്ള ക്വസ്റ്റ്യൻസും കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഗ്രൂപ്പിൽ ഇട്ട് തരും. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ട്രാൻസ്ഫോമർ സെക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.